السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഈ പുണ്യമാസം നമുക്ക് അനുകൂലമായി സാക്ഷിയാകുന്ന മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. നമ്മുടെയും നമ്മുടെ മരണപ്പെട്ടവരുടെയും ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെയും പരിശുദ്ധ റമളാനിന്റെ റിസൾട്ട് മിനന്നാർ, നരകമോചിതർ എന്നതിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. നമ്മുടെ കുടുംബം ഭൂമിയിലെ സ്വർഗം എന്ന ഒരു വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഒരല്പം ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. കുടുംബം എന്നത് ഒരു നല്ല സങ്കല്പത്തിൽപ്പെട്ട പ്രയോഗത്തിന്റെ നാം കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്വർഗമാണ്. കുടുംബം മനുഷ്യരിൽ മാത്രമല്ല ഉള്ളത്, മനുഷ്യേതര ജീവികളിൽ പോലും, അതായത് വിവേക വിശേഷ ബുദ്ധി ഇല്ല എന്ന് പറയപ്പെടുന്ന ജീവികളിൽ പോലും ചില സന്ദർഭങ്ങളിൽ കുടുംബജീവിതം കാണാറുണ്ട്. അല്ലെങ്കിൽ മാതൃസ്നേഹത്തിൽ മക്കളെ ചേർത്ത് പിടിക്കുന്ന അത്ഭുതങ്ങളുടെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന ഒരു വന്യജീവിയാണ് സിംഹം എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷികളിലും അങ്ങനെ കാണപ്പെടുന്നുണ്ട്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരിൽ അപ്പോൾ ആ കാര്യത്തിൽ എത്ര ഗൗരവമുണ്ട് എന്നുള്ളത് ആമുഖമായി നാം മനസ്സിലാക്കി വെക്കാം. അള്ളാഹു മനുഷ്യനെ പടച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നാണ്. അലഖിൽ നിന്നാണ്, കുറച്ചുകൂടി കടന്നിരിക്കാം അങ്ങോട്ട്, അലഖിൽ നിന്നാണ് അള്ളാഹു മനുഷ്യരെ പടച്ചതെന്ന് പറയുന്നു. അലഖ് എന്നാൽ ആ വാക്കിനർത്ഥം തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, കെട്ടിയിടപ്പെട്ടത് എന്നൊക്കെ പറയേണ്ടി വരും. മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ബന്ധങ്ങൾ വേണമെന്നതാണ് ആ പ്രയോഗത്തിൽ തന്നെ അള്ളാഹു വച്ചിരിക്കുന്ന ലക്ഷ്യം. അലഖിൽ നിന്നാണ്, ബന്ധങ്ങളിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ചെളി എന്നതിനർത്ഥമുണ്ട്, രക്തപിണ്ഡമെന്നും അർത്ഥമുണ്ട്. പക്ഷേ ഏതായാലും ഒരു കണക്ഷൻ നിർബന്ധമാക്കുന്ന എന്തോ ഒന്ന് അതിനെ അലഖ് എന്ന് പറയും, ബന്ധത്തിന് അലഖ് എന്ന് പറയും. ഈ രീതിയിൽ മനുഷ്യനെ പടച്ചത് അലഖിൽ നിന്നാണ്, ബന്ധത്തിൽ നിന്നാണെന്ന് പരസ്പര ബന്ധത്തെ അനിവാര്യമാക്കി തന്നെ പഞ്ചസൂക്തത്തിൽ തന്നെ അള്ളാഹു ആദ്യത്തിൽ സൂചിപ്പിച്ചു. മനുഷ്യർ ബന്ധങ്ങളുടെ ഉപാസകനാണ്, ബന്ധം നിർബന്ധമായവനാണ്. അതുപോലെ തന്നെ മനുഷ്യവർഗത്തെ കുറിച്ച് കൃത്യമായി തന്നെ ഒരു വർഗം എന്നാണ് ഖലഖൽ ഇൻസാൻ, അൽ ഇൻസാൻ എന്ന പ്രയോഗത്തിലൂടെ ആദ്യം ഇറങ്ങിയ വഹയിന്റെ ആരവങ്ങളിൽ സൂചിപ്പിച്ച വാക്ക് അൽ ഇൻസാൻ, മനുഷ്യവർഗം. ജിൻസിന്റെ അലിഫ്ലാം എന്ന് പറയും. മനുഷ്യവർഗം എന്നാണ് അൽ ഇൻസാൻ എന്നതിന്റെ അർത്ഥം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദ്യത്തെ അധ്യാപനങ്ങൾ തന്നെ കുടുംബത്തിലേക്ക് സൂചന വന്നു കഴിഞ്ഞു. കുടുംബം എങ്ങനെയാണ്? ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബം 4 തരത്തിലാണ്. ഒന്ന്, ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒരു കുടുംബമാണ്. 2, മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ ഒരു കുടുംബമാണ്. 3, ഒരു തറവാട്ട് പേരിൽ അറിയപ്പെടുന്ന കൂട്ടുകുടുംബക്കാർ, അല്ലെങ്കിൽ വിവാഹബന്ധത്തിലൂടെയുള്ള കൂട്ടുകുടുംബക്കാർ, അങ്ങനെ ഒരു കുടുംബമാണ്. പിന്നെ 4ാമത് കാണുന്നത് നമ്മുടെ വീടിന്റെ ചുമരിന്റെ അകത്തുള്ള അങ്ങനെ ഒരു കുടുംബം. ഇങ്ങനെ 4 തരത്തിൽ കുടുംബത്തെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നമുക്ക് തരംതിരിക്കാൻ കഴിയും.
വേഗം പറഞ്ഞു പോരാ. മനുഷ്യവർഗം കുടുംബമാണ് എന്ന ഒന്നാമത്തെ തലം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫൂ എന്നാണ്. മനുഷ്യവർഗമേ, ഓ ജനങ്ങളെ, തീർച്ചയായും നിങ്ങളെ പടച്ചിരിക്കുന്നത് ഒരു വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ്. ഒരു ഉമ്മയിൽ നിന്നും ഒരു വാപ്പയിൽ നിന്നും. മനുഷ്യരെ മൊത്തത്തിലാണ് അല്ലാഹു തആല ഒരു വാപ്പയുടെയും ഉമ്മയുടെയും മക്കൾ എന്ന് സംബോധന ചെയ്തിട്ടുള്ളത്. അവിടെ ലോകത്തുള്ള മനുഷ്യവർഗം മുഴുവനും ഒരു കുടുംബമാണ് എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞ തലം മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ ഒരു കുടുംബം, കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങി അതിന്റെ ഉള്ളിൽ ഒരു അണുകുടുംബമായി നിൽക്കാം. മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ മറ്റൊരു കുടുംബം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും, അങ്ങനെ പറഞ്ഞത്. മുഅ്മിനീങ്ങൾ ഒരു ഉദരത്തിൽ കിടന്നവരാണ്, ആ ബന്ധമാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഒരു കുടുംബം. തീർച്ചയായും മുഅ്മിനീങ്ങൾ ഒരു വയറ്റിൽ കിടന്ന മക്കളാണ്, സഹോദരങ്ങളാണ് എന്ന് ഖുർആൻ. ഫഅസ്ലിഹൂ ബൈന അഖവൈകും, അതുകൊണ്ട് അവർക്കിടയിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം നിങ്ങൾ മസ്ലഹത്താക്കണമെന്ന് ഖുർആൻ. കൂടപ്പിറപ്പുകളാണ് മുഅ്മിനീങ്ങൾ, മൊത്തത്തിൽ ഒരു കുടുംബമായി ഖുർആൻ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ആ കുടുംബത്തിൽ തന്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ചെയ്യും. അങ്ങനെയാണല്ലോ പറയാം, നമ്മുടെ സഹോദരനാണെന്നാ പറയാ. ആ സഹോദരന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പ്രതിഫല വാഗ്ദാനം തന്നിട്ടുണ്ട്. കേട്ടോളൂ, ഒരു ഹദീസ് ഞാൻ ഉദാഹരണമായി പറയാം. ഇമാം ഗസാലി അവിടുത്തെ മുകാശഫയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സഅ ലി അഖീഹിൽ മുസ്ലിമി ഫീ ഹാജതിഹി ഖുദിയത് ഔ ലം തുഖല. ഒരു മുസ്ലിം സഹോദരന്റെ കുടുംബാണേ, മുസ്ലിമീങ്ങൾ മൊത്തത്തിൽ, മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ ഒരു കുടുംബം. ഒരു മുഅ്മിനായ മുസ്ലിമായ സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നീ ഇറങ്ങിത്തിരിച്ചു അവനെ സഹായിക്കാൻ. ആ ആവശ്യം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, നീ ഇറങ്ങിത്തിരിച്ചു അവനെ സഹായിക്കാൻ. എന്നാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. തന്റെ സഹോദരനെ സഹായിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ ചെയ്ത പാപങ്ങൾ മുഴുവൻ അല്ലാഹു പുറത്തു കൊടുത്തു. ഒരു കല്യാണം വിളിക്കാൻ കൂട്ടിന് വരാൻ, ബൈക്ക് ഓടിക്കാൻ ഞാനും വരാടാ എന്ന് പറഞ്ഞ് കൂടെ കൂടിയാൽ മതി, പാപം പൊറുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, വകതബ ലഹു ബറാഅത്തൈനി, രണ്ട് തരത്തിലുള്ള മോചനം അള്ളാഹു അവന്റെ ഏടിൽ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഒരു മോചനം നരകമോചനമാണ്, രണ്ടാമത്തെ മോചനം ഒരിക്കലും ഈ കൂട്ടുകാരനെ സഹായിക്കാൻ പോയവൻ മുനാഫിഖാവില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കപട വിശ്വാസത്തിൽ നിന്നുള്ള മോചനവും നരകത്തിൽ നിന്നുള്ള മോചനവും കൂട്ടുകാരനെ സഹായിക്കാൻ പോയ കൂട്ടുകാരൻ അള്ളാഹു തീർച്ചപ്പെടുത്തി എന്ന് ഇമാം ഗസാലിയുടെ മുകാശഫയിൽ ഹദീസ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തരട്ടെ. പലപ്പോഴും പലരെ സഹായിക്കാൻ നമ്മൾ കൂടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കൂടുന്ന ഒരു കൂടല് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഉദാഹരണം, ഒരു കല്യാണം വന്ന ഇല വെട്ടാൻ വേണ്ടിയിട്ട് 2-3 ദിവസം മുമ്പ്, ഇങ്ങനെ ഓഡിറ്റോറിയ സൗകര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടൽ അങ്ങനെയായിരുന്നു. ഒരു പന്തല് കെട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഉള്ളി നന്നാക്കാൻ ഒരാഴ്ച മുമ്പ്, അതുപോലെ തന്നെ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നേരത്തെ. അതുപോലെ തന്നെ ചിപ്സ് വറക്കാൻ വേണ്ടിയിട്ട്, ഇറച്ചി നന്നാക്കാൻ സ്ത്രീകളൊക്കെ വട്ടം കൂടിയിരിക്കും. ഒരു കുടുംബം എന്നൊരു തോന്നലാണ് എല്ലാവർക്കും. ഒരു കല്യാണം കൂടല് ഇന്ന് വെറുതെ ചോദിക്കും, നിക്കാഹ് പള്ളിയിലാണോ അതോ വീട്ടിലാണോ ഓഡിറ്റോറിയത്തിലാണോ? എപ്പോഴോ അപ്പോഴോ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്ത് പോകുന്ന, വളരെ കുറഞ്ഞ നേരം മാത്രം സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ കല്യാണം. പണ്ടങ്ങനെയല്ല. ഒരു ഞായറാഴ്ച കല്യാണത്തിന് ഒരു വ്യാഴാഴ്ച എങ്കിലും കൂട്ടുകുടുംബക്കാർ കൂടുമായിരുന്നു, അയൽവാസികൾ കൂടുമായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയല്ലായിരുന്നു പണ്ട് കല്യാണങ്ങൾ. അങ്ങനെയാണ് വീട്ടിലെല്ലാവരും ഒത്തുകൂടുന്ന അയൽവാസികൾ, സഹോദര ബന്ധം നിലനിർത്തിയിരുന്ന ഒരു ഓർമ്മകൾ നമുക്കുണ്ട്. ഏതായാലും മുഅ്മിനീങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണത്തിൽ നരകമോചനവും കപടവിശ്വാസമോചനവും അള്ളാഹു ഉറപ്പുവരുത്തുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, നമ്മുടെ ഒരു സഹോദരനെ, ഒരു മുസ്ലിം സഹോദരൻ എന്ന ആ രീതിയിലുള്ള കുടുംബക്കാരനെ സഹായിക്കാൻ വേണ്ടി, ഒരു മുസ്ലിം എന്ന രീതിയിൽ സഹായിക്കാൻ ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ സഹായിക്കാൻ വേണ്ടി പോകുന്ന ഓരോ ചവിട്ടടിക്കും അള്ളാഹു തആല ഒരു ചവിട്ടടിക്ക് 70 നന്മ രേഖപ്പെടുത്തുന്നു, 70 പാപം പൊറുക്കുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മുടെ ഒരു സഹോദരന്റെ ചികിത്സയുടെ ആവശ്യത്തിന് പൈസ സ്വരൂപിക്കണം, അവൻ ആശുപത്രിയില്ല, അവനൊരു മുസ്ലിം ആയതിന്റെ പേരില്ല, നമ്മുടെ മഹല്ലുകാരനായതിന്റെ പേരില്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഒരു കുടുംബം എന്ന രീതിയിൽ എല്ലാ മുസ്ലിമീങ്ങളെയും അങ്ങനെ പരിഗണിക്കുന്നുണ്ട് ഇസ്ലാം. ആ ഇറങ്ങിത്തിരിച്ച ഓരോ ചവിട്ടടിക്കും, ഒരു ചവിട്ടടിക്ക് 70 പാപം പൊറുക്കും, 70 ദറജ അള്ളാഹു കയറ്റിവെക്കും, അല്ലെങ്കിൽ 70 നന്മ അള്ളാഹു രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഇറങ്ങിത്തിരിച്ച ആവശ്യം നടന്നു കണ്ടാൽ, നമ്മുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഫഇൻ ഖുദിയത ഹാജതുഹു അലാ യദൈഹി ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതു ഉമ്മുഹു. നമ്മളുടെ നേതൃത്വത്തിൽ നടന്ന അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്ന സഹായത്തിൽ ആ ആവശ്യം നിറവേറിയത് നമ്മുടെ നേതൃത്വത്തിലാണ് എങ്കിൽ നമ്മുടെ പാപം അല്ലാഹു പൊറുത്തു. ഏതുപോലെ ഉമ്മ പ്രസവിച്ച പോലെയുള്ള പാപവിശുദ്ധി ഉണ്ടാകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തന്റെ സഹോദരനെ സഹായിക്കാനുള്ള ആ സഹായിക്കലിന്റെ ഇടയിലാണ് മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ നമ്മൾ ആ സമയം ഹിസാബില്ലാതെ സ്വർഗം കരസ്ഥമാക്കിയവൻ എന്ന പദവി സ്വീകരിച്ചു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി പറയാം, ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബം 4 തലത്തിൽ കാണാം. ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും ഒരു കുടുംബമായി ഒന്നാമത് കാണുന്നു. രണ്ടാമത് മുസ്ലിമീങ്ങൾ മാത്രം, മുഅ്മിനീങ്ങൾ മാത്രം ഒരു കുടുംബം. മൂന്നാമത് പറയുന്നു കൂട്ടുകുടുംബക്കാർ, ഒരു വീട്ടുപേരിന്റെയോ അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തിന്റെയോ പേരിൽ വരുന്ന ആ സർക്കിളിന്റെ അകത്ത് വരുന്ന കുടുംബം. അതിന്റെ താഴെയാണ് നമ്മുടെ ചുവരുകൾക്കുള്ളിൽ വരുന്ന നമ്മുടെ വീടിന്റെ അകത്തെ കുടുംബം. മൂന്നാമത്തതിലേക്ക് ചർച്ച വരുന്നു, വേഗം പറയാം, നമ്മുടെ കൂട്ടുകുടുംബക്കാർ എന്ന കുടുംബ ബന്ധം. ആ കുടുംബ ബന്ധം ചേർക്കുന്ന ആൾക്ക് അതിന്റെ ഇടയിൽ മിക്കവാറും വഴക്കുകൾ, പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കൊച്ചാപ്പ മൂത്താപ്പ മക്കൾ തമ്മിലുള്ള ബന്ധം അതൊക്കെയാണ്. അതുപോലെ തന്നെ അമ്മാവന്റെയും അമ്മായിയുടെയും മക്കള്, മാമ അമ്മായി മക്കള്, ആ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും ഈ കൂട്ടുകുടുംബം എന്ന രീതിയിലാണ്. അവിടെയൊക്കെ പിണക്കങ്ങൾ വരാറുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഇണക്കിച്ചേർക്കൽ നമുക്ക് നിർബന്ധമാണ്. അള്ളാഹുവിന്റെ ഖുർആന്റെ സൂചനകൾ ആ ഭാഗത്തേക്ക് ധാരാളം കടന്നു വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. സൂറത്തുൽ ബഖറ. അല്ലാഹുവിന്റെ കരാറിനെ സ്വീകരിച്ചിട്ട് ആ കരാറിനെ ലംഘിച്ച് മുറിച്ചു കളയുന്നവർ, അതായത് കുടുംബ ബന്ധം മുറിക്കുന്നവർ. അള്ളാഹുവിന്റെ കരാറ് ഇത് ചേർത്ത് വെക്കണം, കൂടണം, കൂട്ടിവെക്കണം. കൂട്ടിവെക്കണതിന്റെ കൂടെ ഒരു സന്തോഷവും വേണം. അങ്ങനെ കൂടലിനാണ് കുടുംബം എന്ന് പറയുന്നത്. കൂടലിന്റെ കൂടെ ഒരു ഇമ്പം ഉണ്ടാവണം, അതാണ് കുടുംബം. കൂട്ടുകുടുംബം, എല്ലാവരും കൂടേണ്ട പല അണുകുടുംബങ്ങളുടെ ഒരു സംഗമത്തെയാണ് കൂട്ടുകുടുംബം എന്ന് പറയാ, അഖാരിബ് എന്ന് പറയാ. ഖരീബ് അടുത്തവൻ, അഖാരിബ് അടുത്ത ബന്ധുക്കൾ, അങ്ങനെ പല ഖരീബുകൾ കൂടുമ്പോഴാണ് അഖാരിബാകുന്നത്. കുടുംബം പലത് കൂടുമ്പോഴാണ് കൂട്ടുകുടുംബം, കുടുംബങ്ങളുടെ ഒരു കൂട്ടമാകുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ ഇടയിൽ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. കുടുംബ സംഗമങ്ങൾ നടക്കാറുണ്ട്. കുടുംബസംഗമം ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് സജീവമായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ കുടുംബക്കാരിൽ ധനികരുടെ സമ്പത്തിന്റെ സക്കാത്തിന്റെ ഒരു വിഹിതം ആ കുടുംബക്കാരൻ അർഹതപ്പെട്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനായിരുന്നു ഒരു സമയത്ത് അതിന്റെ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അത് പരിപൂർണമായും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ചില കുടുംബങ്ങൾ. അതുപോലെ തന്നെ കുടുംബത്തിലെ സമ്പന്നരുടെ പണം പാവപ്പെട്ടവർക്ക്, അതുപോലെ സ്വാധീനമുള്ളവരുടെ സഹായം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാ വഴി ഒരു ബന്ധത്തെ, മുൻപ് തലമുറകളിൽ മുറിഞ്ഞുപോയ ആ ഓർമ്മകളെ വീണ്ടും വീണ്ടും ചേർത്ത് കൊണ്ടുവരുന്ന ഒരു സംവിധാനമായി കുടുംബയോഗങ്ങൾ, കുടുംബ സംഗമങ്ങൾ ഉണ്ടായിരുന്നു. ഈ റമദാൻ വന്നിട്ട് ഇഷ്ടംപോലെ കുടുംബ സംഗമങ്ങളുടെ നോമ്പുതുറകളും മറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നടന്നുപോകലുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നടന്നുപോകൽ 2 എണ്ണാണ്. ഒന്ന്, ഫർദ് നിസ്കാരത്തിന്റെ ബാങ്ക് വിളിച്ചപ്പോ പള്ളിയിലേക്ക് ഒരാള് ഫർദ് നിസ്കരിക്കാൻ നടന്നാണ് പോയത് എങ്കിൽ ആ നടന്നു പോകലിന് അള്ളാഹു വലിയ ഇഷ്ടവും സ്ഥാനവും കൊടുക്കുന്നു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
രണ്ടാമത്തെ ഒരു നടന്നു പോകൽ അള്ളാഹുവിന് വലിയ ഇഷ്ടം. അതായത് രണ്ടാമത്തെ യാത്ര അള്ളാഹു ഇഷ്ടപ്പെടുന്നത് താൻ പോണ വഴിയിലാണ് ഒരു മൂത്താപ്പാടെ മോള് അവിടെ കെട്ടിച്ച് വിട്ടത്. അന്ന് ആ കല്യാണം കൂടെ പോയത് അല്ലാതെ പിന്നെ പോയിട്ടില്ല. അവിടെ കേറല്, ഒരു കൊച്ചാപ്പായുടെ മകൻ അല്ലെങ്കിൽ ആങ്ങളയുടെ മോൻ, ഇങ്ങനെയൊക്കെയുള്ള കൂട്ടുകുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ട് ആ വീട്ടിലേക്ക് ഒരു യാത്ര നമ്മൾ നടത്തുന്നു. എന്റെ പൊന്നു ഉസ്താദെ, പൊതി വാങ്ങണം, എന്താ വില? അത് പൊതിയൊക്കെ പൊതി പിന്നെ തഹാബു തഹാദു എന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദിയ കൊടുക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതുവഴി സ്നേഹം വർദ്ധിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹവും വേണം, ഹദിയയും വേണം, രണ്ടും വേണം. പൊതി വാങ്ങലൊക്കെ കൂലിയുള്ള കാര്യമാണ്. ഏതും ആകട്ടെ, കൂട്ടുകുടുംബക്കാരനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ യാത്ര എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ല ഏതൊരു കാര്യത്തിനും. സദഖ കൊടുക്കുമ്പോൾ സ്വഹീഹ് ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന സദഖത്തു അലാ മിസ്കീൻ സദഖ. മഹാനായ അനസ് തങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്, അസ്സദഖത്തു അലാ മിസ്കീനിൻ സദഖ. ഒരു മിസ്കീനായ മനുഷ്യൻ നമ്മുടെ കുടുംബക്കാരനല്ല, അയാൾക്ക് നമ്മൾ ഒരു സദഖ കൊടുത്താൽ സദഖയുടെ കൂലിയുണ്ട്, സദഖയുടെ വലിയ കൂലി കിട്ടും. അതേ സദഖ നമ്മുടെ കുടുംബത്തിലെ ഒരു മിസ്കീനായ മനുഷ്യനാണ് ചൊല്ലുന്നത് എങ്കിൽ ഇരട്ടിക്കൂലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ കൂലി സദഖയുടെ കൂലി തന്നെ. രണ്ടാമത്തേത് വസില, കുടുംബ ബന്ധം ചേർക്കണം. ഇത് ചേർന്നിരിക്കണം. ചേർത്ത് വെച്ചാലേ ഇത് ചേരുകയുള്ളൂ. ഇതിന്റെ അടിസ്ഥാന സ്വഭാവം ചേരാതിരിക്കലാണ്. ഇനി ചേരുന്നോടത്ത് ചേർച്ച വിടിക്കാൻ വേണ്ടി ഒരു മൂപ്പര് ഓടി നടക്കുന്നുണ്ട്. കാരണം ഈ ചേർച്ച വിട്ടാൽ സ്വർഗം ഇല്ല എന്ന് പുണ്യ നബി. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, സ്വഹീഹുൽ ബുഖാരി. ഈ ചേർച്ച വിട്ടുപോയാൽ സ്വർഗത്തിലേക്ക് പോവില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അപ്പൊ ഈ ചേരൽ ഇടക്കിടക്ക് വേണം. എങ്ങനെയൊക്കെ നമുക്ക് കുടുംബബന്ധം ചേർക്കാം? ഞാൻ വേഗം പറയാം. അഹ്മദ് സമർഖന്ദി രേഖപ്പെടുത്തുന്നതായി കാണാം. എങ്ങനെയൊക്കെ കുടുംബബന്ധം ചേർക്കുക? ഇദാ കാന ലക ഖരീബുൻ ഫലം തംസി ഇലൈഹി ബിരിജ്ലിക. കേട്ടോ, നിനക്കൊരു കുടുംബക്കാരനുണ്ട്, നിന്റെ മഹല്ലിൽ തന്നെയാണ്, അങ്ങോട്ട് നീ ഒന്ന് പോയതേ ഇല്ല. അങ്ങനെയുണ്ട്. പെരുന്നാളിലെ ചില സന്ദർശനങ്ങളുണ്ട്. പെരുന്നാളാവുമ്പോ ഒരു സന്ദർശനം, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കറങ്ങലുണ്ട്. നിന്റെ കുടുംബക്കാരൻ നിന്റെ മഹല്ലിലുണ്ടായി, നീ ഒരു വട്ടം പോലും അങ്ങോട്ട് പോയതേ ഇല്ല. നീ പോവാൻ നിനക്ക് നേരമില്ല. എന്നാൽ വലം തുഴ്ത്തിഹി മിൻ മാലിക, നിന്റെ വക എന്തെങ്കിലും ആ നോമ്പ് വന്നപ്പോ ഒരു 500 രൂപ ഒരു കവറിലിട്ട് അങ്ങ് കൊടുത്തു വെച്ചു. അല്ലെങ്കിൽ നീ ഒരുപാട് കിറ്റ് കൊടുത്തവനാ. അല്ലെങ്കിൽ പലയിടത്തും കിറ്റ് കിട്ടിയപ്പോ നിനക്ക് 2 എണ്ണം കൂടുതൽ കിട്ടിയപ്പോ നീ 1 എണ്ണം കൂടി ചോദിച്ചു വാങ്ങി അവിടേക്കൊന്ന് കൊടുക്കാൻ വേണ്ടിട്ട്. നീ എന്തെങ്കിലും ഒന്ന് കൊടുത്തയച്ചതുമില്ല, നീ പോയതുമില്ല. ഒന്നുകിൽ നീ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തയക്കണം. ഒന്നുകിൽ നീ പോകണം, അല്ലെങ്കിൽ നീ കൊടുത്തയക്കണം. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ വഴക്കോ പിണക്കോ തെറ്റോ അനാവശ്യമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഒരു പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിലില്ല. പക്ഷേ നീ ഇടക്കിടക്ക് പോയിട്ടില്ല, അതാണ് ഒരു പ്രശ്നം. അവനതിന്റെ പേരിൽ വിരോധ വിഷമമൊന്നുമില്ല കേട്ടോ. തിരക്കാണ്, അങ്ങനെ പറയാം. തിരക്കായത് കൊണ്ട് പോയില്ല. മാത്രവുമല്ല, നീ ഒന്നും കൊടുത്തയച്ചതുമില്ല. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഖതഅതഹു, ആ കുടുംബബന്ധം നീ മുറിച്ചവൻ എന്ന് മഹാന്മാർ രേഖപ്പെടുത്താണ്. പടച്ചവനതിന് വഴക്കിടണ്ട. കുടുംബബന്ധം മുറിയാൻ നിന്റെ പോക്ക് കുറഞ്ഞാൽ മതി, നീ കൊടുത്തയക്കൽ കുറഞ്ഞാൽ മതി. കൊടുക്കാനൊന്നുമില്ല, നിനക്ക് കൊടുക്കാനൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ. ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, സിലൂ അർഹാമക്കും വലൗ ബിസ്സലാം. ഒരു അസ്സലാമു അലൈക്കും എന്നത് ആ വഴിക്ക് പോണ ഒരാളോട് പറഞ്ഞേപ്പിക്കാം. എടാ നീ അങ്ങോട്ടാണ് പോണ, അവിടെ എന്റെ മുത്താപ്പട മോനുണ്ട് കാണാൻ, ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞേക്ക്, അതെങ്കിലും പറഞ്ഞേക്ക. അല്ലെങ്കിൽ നിന്റെ മൊബൈലിൽ ഒരു അസ്സലാമു അലൈക്കും എന്നത് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അയക്ക, ഒരു സ്റ്റിക്കർ ഇടക്കിടക്ക്. ഇനിയിപ്പോ അത് മാത്രം ചെയ്താൽ കുടുംബബന്ധം ചേർത്തുന്നല്ല. ഒരു സലാം പറഞ്ഞുകൊണ്ടാണെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിങ്ങൾ നനച്ചുകൊണ്ടിരിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുല്ലു അർഹാമക്കും എന്ന് ഒരു ഹദീസിൽ കാണാം. ബല്ല യബുല്ലു
നനച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വാടിപ്പോ. ഇടക്കിടക്ക് നനവെത്തണം. വേറൊരു റിവായത്തിലുണ്ട് സിലു അർഹമക്കും, ചേർത്ത് വെക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കൂട്ടുകുടുംബക്കാരോട് അങ്ങനെ, ഇതാണ് കുടുംബം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം. കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവൻ സ്വർഗത്തിലേക്കില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കുടുംബബന്ധം മുറിച്ചവൻ വന്നിരുന്ന ആമീൻ പറഞ്ഞാൽ ആ സദസ്സിൽ ദുആക്ക് ഇജാബത്തില്ല. അഹ്മദ് സമർഖന്ദി തന്നെ ഒരു സംഭവം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യഗൗരവമായ ഒരു ദുആയിലേക്ക് പോവുകയാണ്. ആ സമയത്ത് സദസ്സിൽ കുടുംബത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഇനി ദുആ ചെയ്യാൻ പോവുകയാണ്. ആ സമയം ഹബീബായ നബി തങ്ങളുടെ ഉദ്ബോധനത്തിലുണ്ടായിരുന്നു, കുടുംബബന്ധം മുറിച്ചവർ ആരെങ്കിലും ഈ സദസ്സിലിരുന്നാൽ അവർ ആമീൻ പറയുന്ന ദുആക്ക് ഇജാബത്തില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി ഇതേ ദുആ തുടങ്ങാൻ പോവാ. വഅദ് കഴിഞ്ഞു, ദുആ തുടങ്ങാൻ പോവാ. അപ്പോഴുണ്ട് ഫഖാമ റജുലുൻ മിൻ അദ്നൽ മജ്ലിസി. സദസ്സിന്റെ ഒരറ്റത്ത് നിന്നും ഒരു സ്വഹാബി സഹോദരൻ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഈ ദുആ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ളതിന്റെ ആമുഖ കാര്യങ്ങളിൽ അദ്ദേഹം എഴുന്നേറ്റിട്ട് അദ്ദേഹം വീട്ടിലേക്ക് ഓടി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്ന് സദസ്സിലിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ സ്വഹാബിയെ വിളിച്ചു, ഹാ അൻത ഹലുമ്മ, മോനെങ്ങുവാ, ഇതിന്റെ ഇടയിൽ എണീറ്റ് പോയത്? നബിയെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഉമ്മയുടെ സഹോദരിയോട് ഞാൻ തർക്കം കൂടിയിരുന്നു. എന്റെ കുഞ്ഞുമാക്ക് എന്നോടൊരു പിണക്കമുണ്ടായ പോലെ എനിക്ക് തോന്നി. ഞാൻ അങ്ങയുടെ പ്രോജ്വലമായ വാക്കുകളിൽ അത് ഓർത്തു വന്നപ്പോ ഞാൻ മുഖേന ഈ സദസ്സിന്റെ ദുആ നഷ്ടപ്പെടേണ്ട നബിയേ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമാനെ കൊണ്ട് ഞാൻ പൊരുത്തപ്പെടിക്കാൻ പോയതാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബ സ്വഹാബിയെ ചേർത്ത് പിടിച്ച് പ്രശംസിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാ വേണ്ടത്. ആ സലാത്തിന്റെ ദുആ ഇറക്കാൻ വേണ്ടി ഉസ്താദ് ഇങ്ങനെ എല്ലാം റെഡിയായ കുൽഹുവല്ലൊക്കെ ഓതി തുടങ്ങുമ്പോ ആ വഴക്കിട്ട ആൾക്കാർക്ക് ആ വാക്കക്കടെ ഇറങ്ങി പോയ ബാക്കിയുള്ളവർക്ക് ആ ദുആ കിട്ടുമെന്ന് ആ പറഞ്ഞതിനർത്ഥം. അല്ലാതെ സ്വലാത്ത് ഹൽക്കയില് ദുആ ഇരുന്നിട്ട് ഉത്തരവില്ലാന്ന് പറഞ്ഞ് പള്ളിയിലെ ഉസ്താദിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ആമീൻ പഠിക്കുന്ന ആളെ കൂടി പരിഗണിച്ചിട്ടാണ്. ഇത് കുടുംബബന്ധം മുറിച്ച ആളാണെങ്കിൽ അല്ലാഹു പിന്നെ ദുആക്ക് ഇജാബത്തില്ല, ആ ദുആ പരിഗണിക്കില്ലെന്ന്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്താണ് ഈ പറഞ്ഞ ചെറിയ കാര്യമാണോ? കുടുംബം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരുക്കുന്ന പശ്ചാത്തലം അങ്ങനെയാ. ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും ഒരു കുടുംബം, അതിൽ മതമില്ല, എല്ലാവരും കുടുംബം. നിന്റെ അയൽവക്കത്തെ സഹോദരൻ എന്ന് പറഞ്ഞുകൊടുത്ത് മതം പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞു നിന്റെ പിന്നെ എല്ലാ മുഅ്മിനീങ്ങളും കുടുംബം. പിന്നെ നിന്റെ വീട്ടുപേരിന്റെ അല്ലെങ്കിൽ കെട്ടുബന്ധത്തിന്റെ ആ സർക്കിളിൽ വരുന്ന കുടുംബം. ഇനി മൂന്നെണ്ണം കഴിഞ്ഞ് നാലാമത് പറയാണ് നമ്മുടെ വീടിന്റെ അകത്തുള്ള കുടുംബം. അവിടെ തന്നെ ശരിയല്ല. വീടിന്റെ അകത്തുള്ള കുടുംബത്തിൽ നമ്മൾ പരിഗണന തുടങ്ങണം. ഒന്നാമത് പരിഗണിക്കേണ്ടത് പ്രസവിച്ചവളുടെ വയറിന്റെ നൊമ്പരത്തെ ചൂട് തന്ന് വളർത്തിയ പിതാവിന്റെ താല്പര്യത്തെ. അവിടെ നാ തുടങ്ങുന്നത്. വീടിന്റെ അകത്തേക്ക് കയറി എന്താ ഈ ബന്ധങ്ങളിൽ നിന്ന് സംഭവിക്കുന്നത്? ഒരു മകൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടില് അതിനു മുമ്പുണ്ടായ സന്തോഷങ്ങൾ ചിലപ്പോ ഉണ്ടായി തുടർന്ന് പോകലൊരിത്തിരി പ്രയാസ. കാരണം പരസ്പരം ഈഗോ വർക്ക് ചെയ്യും. അവിടെ ഉമ്മയും വാപ്പയും അമിതമായി ഇടപെടുന്ന ചില സാഹചര്യങ്ങൾ കയറി വരാറുണ്ട്. ഒരു അല്പം അഡ്ജസ്റ്റ് ചെയ്യണം. ഉമ്മയെയും വാപ്പയെയും പരിഗണിക്കാതെ മക്കൾ വലുതായി എന്നൊരു തോന്നലിൽ സ്വയം തീരുമാനിക്കലും കടന്നു വരാറുണ്ട്. ഒരല്പം പരിഗണിക്കണം. മരുമകളുടെ ഏതോ അകന്ന കുടുംബത്തിൽ ഒരു ആവശ്യം നടക്കുമ്പോ അവിടേക്ക് ഈ മരുമകളെയും പുതിയ മരുമോനെയും ക്ഷണിക്കുമ്പോ ആ മരുമകൻ എന്നുള്ള പരിഗണനയിൽ അദ്ദേഹം ഒരു മകൻ തന്നെയാണല്ലോ. അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയും താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്റെ മോളും മരുമോനും ഇറങ്ങി വരുമ്പോ ഒരു വാക്ക് ആ വാപ്പാനോടും ഉമ്മാനോടും പറയല്, ആ ക്ഷണം അവിടെയും ഒന്ന് അറിയിക്കല്, അതും ഒരു മര്യാദയാണ്. അത് ആ കാരണവന്മാരും അത് ബഹുമാനിക്കണം. പല ആവശ്യങ്ങളിലും ഭാര്യ വിളിച്ചോടത്തേക്ക് ഭർത്താവ് പോകുന്നു എന്നല്ലാതെ ഭർത്താവിന്റെ വീട്ടിലുള്ള പ്രായമുള്ള വാപ്പായുമായോ അത് അറിയണമെന്നില്ല. മോനെങ്ങാടാ പോയത്, മരുമോളങ്ങാടാ പോയത്, അവരെന്താ എന്ന കാര്യം ഒന്നും പറയേണ്ട കാര്യമില്ലെന്ന്. ചിലർക്ക് അത് അറിഞ്ഞേ പറ്റും. അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും.
അങ്ങനെയുണ്ട്. ആകെ പ്രശ്നങ്ങളാണ്. സംഗതി വലിയ മഫ്തയൊക്കെ ചുറ്റിയായിരിക്കും വന്നത്. പക്ഷെ അമ്മായിമ്മയുടെ സ്വഭാവം വളരെ മോശം ഉസ്താദ് എന്ന് പറയാൻ ഇഷ്ടംപോലെ മരുമക്കളും ഉണ്ടാവും, നേരെ തിരിച്ചും ഉണ്ടാവും. ഏതായാലും വീടിന്റെ അകത്തെ പ്രശ്നങ്ങൾ വലുത് തന്നെയാണ്. ഓരോ ദിവസവും അത് കൂടിക്കൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ കുടുംബത്തിന്റെ അകത്തെ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ബന്ധം വാപ്പയെയും ഉമ്മയും തന്നെയാണ്. അതിൽ തർക്കമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. വീടിന്റെ അകത്ത് വന്ന ഉമ്മയെയും വാപ്പയെയും മതം പോലും പരിഗണിക്കാതെ നീ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. മതം പോലും പരിഗണിക്കാതെ നീ മുസ്ലിമായി വന്നവനായിരിക്കാം, നിന്റെ വാപ്പയും ഉമ്മയും ആ മതത്തിൽ നിന്നും തിരിച്ചു പോന്നിട്ടില്ല, അവർ പഴയ മതത്തിലുള്ളവരായെന്നാലും റമദാൻ വരുമ്പോൾ ഒന്ന് പരിഗണിക്കാം. ഒരു പെരുന്നാൾ വരുമ്പോൾ നീ ആഘോഷിക്കുമ്പോൾ നിനക്ക് പെരുന്നാൾ നീ മുസ്ലിമായ നിന്റെ പേരിൽ വാപ്പയമ്മ മുസ്ലിമായതല്ല, അച്ഛനും അമ്മ അങ്ങനെ തന്നെ പഴയ മതത്തിലാണ്, എന്നാൽ ഒരു കോടി ഡ്രസ്സ് അവർക്കും കൊടുക്കണം, നോമ്പോറയിലേക്ക് വിളിക്കണം, കല്യാണത്തിന് വിളിക്കണം, എന്തൊക്കെ ചെയ്തു കൊടുക്കാം അതൊക്കെ ചെയ്തു കൊടുക്കണം. ഷിർക്ക് ചെയ്യാൻ അവർ വിളിച്ചാൽ മാത്രം, അമ്പലത്തിലേക്ക് പോകാൻ വിളിച്ച പോവലൊഴിച്ച് ബാക്കി എല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ളത്. സുഖലാന്ന് പറഞ്ഞാൽ പോണം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മനുഷ്യരോട് അള്ളാഹു വസിയത്ത് ഏൽപ്പിച്ചു എന്നാ പറഞ്ഞത്. വസിയത്ത് എന്നതൊരു സാധാരണ വർത്തമാനമല്ല. വസിയത്ത് എന്നത് ഒരാൾ മരിക്കാൻ നേരം പറയുന്ന കാര്യങ്ങളാ വസിയത്ത്. മരണമൊഴിക്ക് പോലും നമ്മുടെ ജുഡീഷ്യറിയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒരാളുടെ മരണമൊഴി എന്നതിനാ വസിയത്ത് ചേർത്ത് പറയാ. അത്ര പ്രാധാന്യത്തിൽ നിന്നെ ഏൽപ്പിക്കാണ് അല്ലാഹു. എന്താണ് നിന്നെ ഏൽപ്പിച്ചതെന്നറിയുമോ? ബിവാലിദൈ, വാപ്പായെയും ഉമ്മായെയും നീ നോക്കണേ, വാപ്പാനെമാരെ നോക്കണേ എന്നാണ് ഏൽപ്പിച്ചത്. അല്ലാഹു വസിയത്ത് പ്രാധാന്യത്തിൽ ഏൽപ്പിച്ച് നിന്റെ വാപ്പയെ നോക്കണേ, നിന്റെ ഉമ്മയെ നോക്കണേ. അവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, നീ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർ മരിച്ചാലും അവർക്കുള്ളതും നീ കൃത്യമായി എത്തിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ. വാപ്പയെയും ഉമ്മയെയും ഒരുമിച്ച് പറഞ്ഞു. ഇനി കേട്ടോളി ആയത്തിന്റെ രസകരമായ അവതരണം. എത്ര അടുത്തായി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ. മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ, നല്ലത് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നത് കണ്ടോളൂ. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. പിന്നെ ഉമ്മ സഹിച്ച ത്യാഗങ്ങളാ പറയാ. വാപ്പയെയും ഉമ്മയെയും ഒരുമിച്ച് പറഞ്ഞിട്ട് പിന്നെ ഉമ്മ സഹിച്ച ത്യാഗങ്ങളാ പറയുന്നത്. എന്താ ഉമ്മ സഹിച്ച ത്യാഗം? അവനെ ഗർഭം ചുമന്നു. ആ ഗർഭം ചുമന്നതാവട്ടെ ഗർഭം എന്ന് പറയാനുള്ള, ഗർഭം ചുമക്കാന്ന് പറഞ്ഞത്. ചുമന്നുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ത്യാഗം. ഞാൻ പറയട്ടെ, 2 കിലോ പഞ്ചസാര മേടിച്ചിട്ട് ഒരാള് എസ്സംപുരത്ത് നിങ്ങൾ നടന്നു വരാന്ന് പറയുന്നത് ത്യാഗം തന്നെ. ആ ചുമന്നുകൊണ്ട് വരണം. 2 കിലോ പഞ്ചസാര, അത് പഞ്ചസാരയൊക്കെ പോട്ടെ, ചില കല്യാണത്തിന് പോയിട്ട് വയറ് നിറഞ്ഞാൽ തന്നെ നമുക്ക് ഇരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. കല്യാണത്തിന് പോയിട്ട് വയറ് നിറയാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു 12 മണിയോടടുത്ത് ആ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പല്ലിന്റെ ഇടയും കുത്തി പോണ പോക്ക് കണ്ട നമുക്കറിയാം. ആ പോണ പോക്കിൽ ലോഹറും പോയി, അസറും പോയി, ഒക്കെ പോയി. കാരണം അമ്മാതിരി ക്ഷീണമായിരിക്കും. ഈ വയറിങ്ങനെ നിറഞ്ഞ ആ മനുഷ്യന് പിന്നെ കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റൂല. അതല്ല പറഞ്ഞത്. അതൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ഒരു ആശ്വാസം കിട്ടിയത് അതല്ലേ. ഇത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ കഴിഞ്ഞ 15 മിനിറ്റ് പോലെയല്ല, പിന്നെ അടുത്ത 15 മിനിറ്റില് അതിന്റെ ഇരട്ടിയാ വരുന്നത്. ഉമ്മ ചുമന്നുകൊണ്ട് നടന്നു. പ്രയാസത്തിന്റെ മേൽ പിന്നെയും പ്രയാസമായ ഉമ്മ വഹിച്ചത്.
2.5 മാസമുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ച എന്നത് ഗ്രാമുകളിൽ നിന്നും കിലോയിലേക്ക് എത്താൻ അത് അടുത്തുകൊണ്ടിരിക്കുക. 5-ാം മാസത്തിലേക്ക് എത്തിയപ്പോൾ ആ 2.5 മാസത്തിന്റെ ഇരട്ടിയായിപ്പോൾ വയറ്റിലുള്ളത്. ആദ്യത്തെ 2.5 മാസത്തിന്റെ അനക്കമില്ലാതെ കിടന്നുവെന്ന് വെച്ചോളൂ. എന്നാൽ പിന്നെ വന്ന 2.5 മാസത്തിൻ്റെത്, അതായത് 5 മാസം പൂർത്തിയായപ്പോൾ അതൊരു ചലനമുള്ളതായി മാറി. ചവിട്ടലായി, കുത്തലായി. 7.5 മാസത്തിൽ ഒന്ന് ഉറങ്ങി കണ്ണടച്ച് വരുമ്പോഴേക്കും വയറ്റിൽ കിടന്നവന്റെ കാലുകൊണ്ട് തത്തിക്കളിക്കുന്നത് പുറത്തു നിന്ന് തന്നെ കാണാൻ കഴിയും. അല്ലാഹുവേ, ആ സമയം ഭർത്താവ് അതറിയുന്നില്ല. എങ്ങാനും ഒരു ബെഡ്റൂമിൽ ഭർത്താവിന് അങ്ങനെ അനുഭവം ഉണ്ടായ പേടിയാവാന്ന് പറഞ്ഞ് മാറിക്കും ഒരു പക്ഷെ. കാരണം എന്താ, മൂപ്പർക്ക് അത്രേ പറ്റുള്ളൂ. അത്രേ പറ്റുള്ളൂ. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ഉമ്മ തന്നെയാണ് അതിനെ ആശ്വസിപ്പിക്കല്. ഉമ്മയുടെ കയ്യ് ആ കുട്ടിയുടെ ശരീരത്തിലൊന്ന് വീണ ആ കയ്യ് എന്തൊരു ഇമ്പമാറുന്ന താളമിടും. അത് വാപ്പയുടെ കൈ. വാപ്പ 10 മിനിറ്റ് കൂടുതൽ കൊച്ചു കരഞ്ഞ വാപ്പ അത് എടുത്തുകൊണ്ട് പോകാൻ പറയും. അതിനപ്പുറത്തേക്ക് വാപ്പാക്ക് കഴിയില്ല. എന്തേ? അതുകൊണ്ടാണ് അതിനെ വാപ്പ എന്ന് പറയുന്നത്. അത് ഉമ്മാക്ക പറ്റുള്ളൂ. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിൻസീളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. അമ്മ, ഉമ്മ രണ്ടും ഹറക്കത്താണ്. അലിഫിന് ലമ്മും ഹറക്കത്താണ്, ഫത്ഹും ഹറക്കത്താണ്. ഒരേ പ്രാധാന്യം രണ്ടും. അമ്മയായാലും ഉമ്മയായാലും എങ്ങനെയാ ഒരു മനുഷ്യന്റെ ഏറ്റവും ആരോഗ്യം കുറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉച്ചാരണമാണ് അമ്മ അല്ലെങ്കിൽ ഉമ്മ. സ്വാഭാവികമായും നിങ്ങളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇരിക്കണം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാരായിരിക്കും നിങ്ങൾക്കൊക്കെ നോമ്പുണ്ടെന്ന്. ശരിയല്ലേ? നോമ്പില്ലേ? എല്ലാവർക്കും നോമ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുണ്ട് കൂട്ടി പിടിച്ചായിരിക്കാം അല്ലേ? അതൊരു സ്വാഭാവികത. അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ എനർജി എടുക്കണ്ട. ചുണ്ട് കൂട്ടി പിടിച്ചായിരിക്കാം. ഇനി തുറക്കാനോ? നമ്മൾ തുറന്നാൽ ഏത് സമയത്തും പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന നിഷ്പ്രയാസം ഉച്ചരിക്കുന്ന ഒരു ഉച്ചാരണമാണ് അകാരം. അകാരം ചുണ്ട് കൂട്ടുക എന്നതിന്റെ ഒരു സ്വാഭാവികമായ ഒരു അടിസ്ഥാനപരമായ ഒരു രീതിയാണ് ചുണ്ട് കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ്. സുക്കൂത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അവലംബിക്കേണ്ടത്, മിണ്ടാതിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ചുണ്ട് കൂടിയിരിക്കണം. സ്വാഭാവികമാണ്. ഒരു വൈകാരിക രംഗത്ത് ആദ്യം വിളിച്ചു പോകും അമ്മ അല്ലെങ്കിൽ അമ്മോ ഉമ്മോ വിളിച്ചു പോകും. എന്തുകൊണ്ടാ? ഇവൻ ആദ്യം ഉച്ചരിച്ചത് അല്ലാ എന്ന് പറയുന്നതിന് മുമ്പ് ഇവൻ ആദ്യം ഉച്ചരിച്ചത് ഉമ്മ, അമ്മ. ആദ്യം ആ മാ ചേർന്ന് വിളിക്കുന്നു. മാ ചേർന്നുള്ള ഉച്ചാരണം അവന്റെ ചുണ്ടിലേക്ക് വന്നത് ഏറ്റവും വലിയ ഈ പ്രകൃതിയുടെ സൗന്ദര്യമാണ്. ചിലപ്പോ ഈ പശു കരയുന്നതും ഒരു മാ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആട് കരയുമ്പോഴും ഒരു പൂച്ച കരയാലും മിയാവുക വരുന്നത് അല്ലെ? എവിടെയൊക്കെ ഒരു മാ ഉള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതൊരു വല്ലാത്ത അത്ഭുതമാണ്. മീമ് എന്നത് മനുഷ്യ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഒരു മനുഷ്യ ജീവിതത്തിന്റെ മാറ്റി നിർത്താൻ പറ്റാത്ത പ്രധാന ഘടകമാണ് മീമ്. മനുഷ്യൻ എന്ന ഏത് ഭാഷയിൽ പറഞ്ഞാലും അതിന് മീമുണ്ട്. ഉദാഹരണം, മനുഷ്യൻ മലയാളത്തില് മ, അറബിയിലും മർ എന്ന അറബിയില് മർ എന്ന് പറയും മനുഷ്യൻ. മാണ്ട്. ഇംഗ്ലീഷിൽ എന്താ പറയാ? MAN, മാൻ. ഇനി അതിന്റെ പെണ്ണാണെങ്കിലോ വുമൺ. അവിടെയൊക്കെ മാണ്ട്. ഹിന്ദിയിലേക്ക് വരുമ്പോ, ഉറുദുവിലേക്ക് വരുമ്പോൾ ആത്മീ, തമിഴിലേക്ക് വരുമ്പോൾ മനിതൻ, സംസ്കൃതം മർത്യൻ. എവിടെയായില്ലാത്തത്? മീമെന്ന് പറയുന്ന ഒരു അഭേദ്യ ബന്ധം ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ഹബീബിനോടുണ്ട്. എന്തുകൊണ്ട്? റൂഹുള്ള എല്ലാവരുടെയും റൂഹി പിതാ മുഹമ്മദ് മുസ്തഫ. ആ പേര് തന്നെ 3 മീമിന്റെ സംഗമ കേന്ദ്രമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മ എന്ന് പറയാനും ഉമ്മ എന്ന് പറയാനും മീമ് കടന്നു വരികയാണ്. പ്രയാസത്തിന്റെ മേൽ പ്രയാസമായ അവൾ നിന്നെ വഹിച്ചത്, ചുമന്നത്. എന്നിട്ടോ അവൾ ഒരു പ്രസവം നടത്തിയത്. എന്തൊരു പ്രസവമാണ് നിനക്കറിയുമോ? ആ നേരത്തെ ആ ശരീരത്തിൽ
അതിനു മുമ്പ് വരാത്ത ഒരു വിയർപ്പ് അന്ന് വന്നതാ. നമ്മുടെ ശരീരം വല്ലാതെ വിയർക്കും. എപ്പോഴാ? എല്ലാ ഗ്രന്ഥികളും എപ്പോഴാ വിയർക്ക? ഒരു കട്ടൻ ചായ കുടിച്ചാ നമ്മൾ വിയർക്കും. ഒന്ന് ഉണരുമ്പോഴാ. കട്ടൻ ചായ കുടിച്ചു ഉണർന്നു, ഒരു ഉണർവിന് കട്ടൻ ചായ കുടിച്ചാൽ ഉണർവില് വിയർക്കുമെങ്കിൽ ആ ശരീരം അന്ന് ഉണരുന്ന പോലെ ആ ശരീരം അതിനു മുമ്പ് ഉണർന്നിട്ടില്ല. എല്ലാ ശരീരത്തിന്റെയും പരമാവധി ഉണർവ് വരുന്നത് മരണനേരത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യാഇൽ പറയുന്നുണ്ട്, അന്നാസു നിയാം ഫൈദാ മാതു ഇൻതബഹു. സയ്യിദുനാ റസൂലുള്ളാഹി ജനങ്ങളെല്ലാവരും ഉറങ്ങാണ്. എപ്പോഴാ ഉണരാ എന്നറിയോ? അവര് മരിക്കുന്ന നേരത്താ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് മരണനേരത്ത് ഉണരും, മരിക്കുമ്പോ ഉണരും. മരിക്കുമ്പോ ഉണരുമ്പോൾ അവൻ അതുവരെ വിയർക്കാത്ത വിയർപ്പ് എന്ന പോലെ പ്രസവത്തിന്റെ നേരത്തൊരു പെണ്ണ് ഉണരാ. അതുവരെ ആ ശരീരത്തിന്റെ ചില ഗ്രന്ഥികൾ പ്രവർത്തിച്ചാൽ അത് അന്ന് പ്രവർത്തിക്കാനുള്ളതാ. ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറന്നത് എന്നും തുറക്കും. അത് അത്രയും വെള്ളം കയറി കഴിയുമ്പോഴേ തുറക്കും. അന്ന് അവൾ കരഞ്ഞു. ആ കരച്ചിൽ അവളുടെ വാപ്പ മരിച്ചപ്പോ അവൾ കരഞ്ഞിട്ടില്ല. അന്ന് അവൾ കരഞ്ഞു. ആ കരച്ചിൽ അവളുടെ കാലിൽ കുപ്പിച്ചില് തറച്ചപ്പോൾ അവൾ വേദനിച്ച് കരഞ്ഞിട്ടില്ല. അവളതാ അവളുടെ ഔറത്താരും കാണാതെ കൊണ്ടു നടന്ന അവളുടെ സ്വകാര്യത പോലും അവൾ മറന്നുകൊണ്ട് അലറിക്കരയാ. പ്രസവം നടക്ക. എന്തൊരു മാനനഷ്ടത്തിന്റെ വേദന. ശരീരം വീർപ്പ് മുട്ടുകയാ. ഈ വേദനയോട് അവൾ മരിച്ചാൽ അടർക്കളത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായവന്റെ പദവി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മറക്കാൻ പറ്റും അങ്ങനെ ഒരാള് നമുക്ക് എല്ലാവർക്കും നിർബന്ധമായും ഉണ്ടായിട്ടില്ലേ? അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മരണപ്പെട്ട ഉമ്മമാർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എങ്ങനെ മറക്കാൻ പറ്റും? ഏത് ഖോജ രാജയായാലും അങ്ങനെ ഒരാളില്ലാതെ ഉണ്ടോ? എടോ, സ്വർഗത്തെ അള്ളാഹു നിസ്സാരപ്പെടുത്തി കളഞ്ഞു. എന്തുകൊണ്ട്? ഇവള് ചവിട്ടിയതിന്റെ പേരിൽ. എന്നാൽ ആ നിസ്സാരപ്പെടുത്തൽ ഒരു മഹത്വപ്പെടുത്തലാ. അവള് ചവിട്ടിയ സ്വർഗമാ നിനക്കുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരുടെയും സ്വർഗം തഹത അഖദാമി ഉമ്മഹാത്തിക്കും ഖാല റസൂലുള്ളാഹി. ഉമ്മ ചവിട്ടിയത് കൊണ്ട് അത് സ്വർഗമായത്. ഉമ്മ ചവിട്ടിയോടത്ത് ആ സ്വർഗമായത്. സ്വർഗത്തിന് ഉമ്മയേക്കാൾ മഹത്വമില്ല. എന്താണ് നമ്മുടെ അധ്യാപനം? അവിടെയാണ് ആദ്യത്തെ കുടുംബം സ്ഥാപിക്കപ്പെട്ടത്. അവിടെയാണ് കുടുംബം സ്ഥാപിക്കപ്പെട്ട. ഇവള് കരഞ്ഞു, വല്ലാതെ കരഞ്ഞു. അന്ന് കരഞ്ഞ ആ കണ്ണുനീരിന്റെ ഉപ്പ് അതിനു മുമ്പ് കരഞ്ഞപ്പോ ആ കണ്ണീരിന് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കരച്ചിലിനൊരു സമാധാനം കൊടുക്കാൻ ആര് പറഞ്ഞാലാ ആ വേദനയിൽ അവള് സമാധാനിക്ക? ആരും പറയണ്ട. വേദനിച്ച് കരഞ്ഞവൾ. അങ്ങനത്തെ ഒരു വേദന പ്രപഞ്ചത്തിൽ വേറെയില്ല. അങ്ങനത്തെ അതുല്യമായ വേദനയിൽ കരഞ്ഞവൾ. ആ കരച്ചിൽ നിർത്തിയത് വേദനിക്കാതെ കരഞ്ഞ മകളുടെ കരച്ചിൽ കേട്ടാ. അപ്പോഴാണ് അവൾ ചിരിച്ചു പോയത്. വേദനിക്കാതെ കരഞ്ഞുകൊണ്ട് പുറത്തു വന്ന ആളുടെ കരച്ചിൽ കേട്ടപ്പോഴാ വേദനിച്ച് കരഞ്ഞവളുടെ കരച്ചിൽ തീർന്നത് ചിരിയായ അത്ഭുതമേ. ആ അത്ഭുതത്തിന്റെ പേരാണ് ഉമ്മ. ആ അത്ഭുതത്തിന്റെ പേരാ ഉമ്മ. ഞാൻ ആലോചിച്ച് നോക്കേ. എന്നിട്ടോ ഖുർആൻ പറയുന്നു, വഫിസാലുഹു ഫീ ആമൈൻ. 2 കൊല്ലം അവൾ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. അതൊരു ചേർത്ത് പിടിക്കല. പാതിരാവിലെ 18 മണിക്കൂർ 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾ ഉറങ്ങാം. 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾ, 3 മാസം 6 മാസമൊക്കെ ഉള്ള കുട്ടികൾ 3 മാസം വരെ മസ്റ്റായിട്ടും 18 മണിക്കൂർ ഉറങ്ങിയിരിക്കും. ഈ മുപ്പലാം എന്തിനാ കരഞ്ഞെന്നറിയോ? ഈ ജനിച്ചപ്പോ കരഞ്ഞെന്തിനാ? ആരെങ്കിലും പിച്ചിയോ, നുള്ളി പറിച്ചോ, തല്ലിയോ? ഒരു കാര്യമില്ല. എന്തിനാ ഈ കരഞ്ഞുകൊണ്ട് വന്ന്? മൂപ്പര് ഇത്രയും ദിവസം അതിന്റെ അകത്ത് ഇരുട്ടിലായിരുന്നു. ഇത്രയും ദിവസം ഇരുട്ടിലായിരുന്നു. പുറത്തു വന്ന് വെളിച്ചം കണ്ടു കഴിഞ്ഞപ്പോ അവസാനം റൂഹ് വന്നത് അവന്റെ കണ്ണിലാ. ആ കണ്ണ് ഏറ്റവും ഫ്രഷ് ആയിരിക്കും. അവനൊരു വെളിച്ചം കണ്ടു. ഈ കണ്ട വെളിച്ചം അവൻ ആസ്വദിച്ചു. അവൻ കണ്ണടച്ച പിടിച്ചായിരുന്നു. ആ വെളിച്ചം കാണാൻ പറ്റില്ല. വല്ലാത്ത സന്തോഷമായി വെളിച്ചം കണ്ടപ്പോ.
അങ്ങനെ വന്നപ്പോ ഇനി മൂപ്പര് ആലോചിക്കണം, അന്നേരത്തെ മൂപ്പരുടെ വിവേകമുണ്ട്. ഓരോ വിവേകം ഓരോ പ്രായത്തിലുണ്ട്. ആ പ്രായത്തിൽ, ആ ജനിച്ചു വരുമ്പോഴുള്ള പ്രായത്തിലുള്ള വിവേകം, പഠിച്ചോനെ ഞാൻ ഇന്നലെ ഇപ്പൊ കുറച്ചു മുമ്പ് വരെ ഞാൻ കിടന്ന ആ ഇരുട്ടിലേക്ക് നീ തിരിച്ചു വിടുമോ എന്നൊരു വിവേകാണ് അവനാ കരയിപ്പിച്ചത്. ഇനി ഞാൻ ആ ഇരുട്ടിലേക്ക് പോകേണ്ട വരുമോ എന്ന് ഓർത്ത്. അതായത് അത്രയും പവിത്രമായ അവന്റെ ഉമ്മാടെ ഗർഭാശയത്തെ പുറത്തേക്ക് വന്നപ്പോ തന്നെ അവൻ വേണ്ടാന്ന് വെച്ചു. അതിനോടുള്ള ഒരു എന്താ പറയാ, ഒരു താല്പര്യക്കുറവ്. എന്റെ ഉമ്മാടെ ഉദരത്തിലേക്ക് ഇനി പോവേണ്ട വരും, ആ ഇരുട്ടിലേക്ക് പോവേണ്ട വരും. മനുഷ്യൻ ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, നന്ദികേട് മനുഷ്യന്റെ പ്രകൃതം എന്ന് ഖുർആൻ. ഏത് കാലഘട്ടത്തിലും മനുഷ്യന്റെ ബേസ് വഴി പിഴയ്ക്കൽ തന്നെ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, മനുഷ്യന്റെ പ്രകൃതമാ ജന്മനാലുള്ള ഈ സ്വഭാവത്തെ അമലുസ് സാലിഹാത്ത് കൊണ്ട്, ഈമാൻ കൊണ്ട് നന്നാക്കാൻ പറ്റും. ആദം നബിയെ സൃഷ്ടിക്കാൻ നേരത്ത് മലക്കുകൾ പറഞ്ഞത് എന്താ? എന്തിനാണ് ഈ ഭൂമിയിലേക്ക് പ്രശ്നക്കാരനെ പറഞ്ഞയക്കുന്നത്, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ആളെ പറഞ്ഞയക്കുന്നത് എന്നാ? മനുഷ്യന്റെ ബേസ് പ്രശ്നമാണെന്ന് മലക്കിന് അറിയായിരുന്നു. അള്ളാഹു ആദം നബിയെ സൃഷ്ടിച്ചിട്ട് അറിവ് പഠിപ്പിച്ചു കൊടുത്ത് ആദം നബിയെ അയലിമാക്കിയിട്ട് മലക്കുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. അറിവുള്ള ആദം നബിയെ, സംസ്കരിക്കപ്പെട്ട ആദം നബിയാണ് മലക്കുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തത്. എന്നിട്ടാ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളുടെ മുന്നിൽ അവരുടെ അധ്യാപകനായി മാറുന്ന അറിവുള്ള മനുഷ്യനായി, സംസ്കരിക്കപ്പെട്ട മനുഷ്യനായി. അല്ലാതെ മലക്കുകൾ പറഞ്ഞത് അടിസ്ഥാനമില്ലാത്ത കാര്യമല്ല. എന്തിനാണ് ഭൂമിയിലേക്ക് കുഴപ്പക്കാര്? മലക്കുകളുടെ ധാരണ എന്ന് പറഞ്ഞാൽ തെറ്റുള്ള ധാരണയല്ല. മനുഷ്യരെന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം, മനുഷ്യരുടെ അടിസ്ഥാനം വളരെ പ്രശ്നമാണ്. ആ ജനിക്കുമ്പോ തന്നെ അവൻ കരഞ്ഞത് ആ കള്ളക്കരച്ചിലത്. എല്ലാവരും അങ്ങനെയാണ്, അതിന്റെ പ്രകൃതം അങ്ങനെയാണ്. അങ്ങനെയാണ് മനുഷ്യൻ ഒരു പ്രശ്നക്കാരനാണ് അടിസ്ഥാനപരമായി. അവന്റെ പേര് തന്നെ ഹയവാൻ നാത്തിഖ് എന്ന് പറഞ്ഞ വർത്താനം പറയുന്ന മൃഗം. വർത്താനം പറയുന്ന മൃഗം, വർത്താനം പറയുന്ന ജീവി. ഏതൊരു മനുഷ്യനെ പറ്റി അവസാനം പറയും അവന്റെ മൃഗീയത പുറത്തു വന്നു എന്നൊക്കെ പറയും. സംസ്കരണം, ദീനിയായ സംസ്കരണം ഇല്ലെങ്കിൽ മൃഗീയത പുറത്തു വരും എന്നുള്ളതാണ്. അങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാർ വളരെ മനോഹരമായിട്ട് മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ അവനൊരു സുന്ദര പുരുഷൻ, കാക്കക്കണ്ണുണ്ടവനൊരു ദോഷം എന്ന്. ലക്ഷം മനുഷ്യർ ഒന്നായി ചേർന്നാൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. ലക്ഷം മനുഷ്യർ ഒന്നായി ചേർന്നാൽ ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ. കണ്ടാൽ അവനൊരു സുന്ദര പുരുഷൻ, കാക്ക കണ്ണുണ്ടവനൊരു ദോഷം. മനസ്സിലായില്ല? അവൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരൂ. കണ്ടാൽ അവനൊരു സുന്ദര പുരുഷൻ, മാന്യനാണ്. പക്ഷേ കാക്ക കണ്ണുണ്ടവനൊരു ദോഷം. കാക്കയുടെ കണ്ണെന്താ? മരക്കൊമ്പിൽ ഇരുന്നിട്ട് എന്തെങ്കിലും താഴെ നിന്ന് തട്ടിപ്പറിക്കല കാക്ക പറന്നു കിടക്കണ കാക്ക. എല്ലാ മനുഷ്യരും പ്രശ്നമായി. ഇവൻ കരഞ്ഞത് കള്ളക്കരച്ചിലാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ആ വിവേകം കൊടുത്തതൊരു തീരുമാനമാണ്. അവൻ നിഷ്കളങ്കനാ, അവൻ സത്യപ്രകൃതത്തിലാ വന്നത്. അവനെ ഞാൻ കുറ്റം പറയലല്ല. മാമിൻ മൗലൂദിൻ ലം യൂലദ് ഇല്ലാ അലൽ ഫിത്റ ഖാല റസൂലുള്ളാഹി. അവൻ നല്ല പ്രകൃതത്തിലായപ്പോൾ ജനിച്ചതെന്ന് പുണ്യനബി. എന്നിട്ടും അവൻ കരഞ്ഞ കാരണം മഹാന്മാരായ ഉലമാ പറഞ്ഞു, ഇനിയും ആ ഗർഭാശയത്തിന്റെ ഇരുട്ടിലേക്ക് പോകേണ്ടി വരുമോ? ഒരവജ്ഞ, പുച്ഛമെന്നൊന്നും പറയാൻ പറ്റൂല, ഒരു വിയോജിപ്പ്, ഇനി അതിലേക്ക് താല്പര്യക്കുറവ്. ആ ഒരു കരച്ചിലിനെ പോലും അള്ളാഹു അവതരിപ്പിച്ചത് ഉമ്മയുടെ ചിരി കൊണ്ടാ. ആ ഉമ്മയിന് ചിരിക്കണമെങ്കിൽ ഈ കുഞ്ഞ് കരഞ്ഞേ പറ്റൂ. ഈ കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ ആ ഉമ്മ ചിരിക്കലില്ല. ഉമ്മയുടെ കരച്ചിൽ തുടരുമേ. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, ഇതിനെ ചേർത്ത് പിടിച്ചു. 2 വർഷം. അപ്പോഴുണ്ട് ഒരു പാതിരാവിൽ അവൻ കരഞ്ഞുകൊണ്ടെഴുന്നേറ്റു. എന്തിനാണ് കരഞ്ഞത്? ഒന്നുമില്ല, അല്ല ഫാൻ കാറ്റ് കുറഞ്ഞതിന്റെ പേരിലോ അല്ല ഉറുമ്പ് അടിച്ചതിന്റെ പേരിലോ. അപ്പോഴുണ്ട് 18 മണിക്കൂർ വരെ ഉറങ്ങുന്ന അവൻ.
ഇനി 4 മണിക്കൂറും കൂടി ഉള്ളൂ ഉറങ്ങാത്തത്. ആ 4 മണിക്കൂർ ആരും ഉറങ്ങണ സമയമായിരിക്കും? ആ ഉമ്മ ഉറങ്ങണ സമയം. അപ്പോഴുണ്ട് ഇവനെ ഇടക്കിടക്ക് എണിക്ക, പിന്നെ കരയാ. ആ എണിക്കലിലും കരയലിലും കൂടെ അപ്പൊ തന്നെ അവനേക്കാൾ 2 സെക്കൻഡ് മുമ്പേ എഴുന്നേൽക്കും. അവൻ ഞെരിവിരി കൊള്ളുമ്പോഴേക്കും ശബ്ദമിടണ്ട, അപ്പോഴേക്കും ഉമ്മ എണീച്ചിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പാതിരാവിലും അവള് പാടുന്നത് പാട്ടാണ്. എത്ര ആസ്വദിച്ചും ആ ഉറക്കച്ചടയിലും അവൾ പാട്ടുപാടും. അവൾ ആസ്വദിച്ച് പാടിയത് കൊണ്ടാണ് അവൾക്ക് കയ്യിന്റെ വിരല് കൊണ്ട് താളമിട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് ഓസ്കാർ തരാമെന്ന് പാടാമെന്ന് ചോദിച്ചാൽ യേശുദാസ് പോലും പാടില്ല എന്ന് ഇന്നാൾ പറഞ്ഞത് ഒരു പത്രസമ്മേളനത്തില്. ഉറങ്ങി എണീറ്റിട്ട് എന്നോട് പാട്ട് പാടാൻ പറഞ്ഞാൽ പാടൂല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സമുദായ സാഹിബ് പറയുന്നുണ്ട്. യേശുദാസിനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഉറങ്ങി എണീറ്റിട്ട് ഒരാളോട് പാട്ട് പാടാൻ പറയുന്ന പോലെ എനിക്കിപ്പോ പാടാൻ പറ്റില്ല. അതിന് പറ്റുന്നൊരു ഹാല് വരണം. പക്ഷെ ഉമ്മ പാടും. എന്തൊരു താളമാണ്! അവളുടെ വിരലുകൾ ആ പാതിരാവിൽ ഉറക്കച്ചടയിലും ആ കുഞ്ഞു ശരീരത്തിന്റെ മുകളിൽ താളമിട്ടതുപോലും അവൻ ആസ്വദിച്ചത് കൊണ്ട് ആ കൈവിരൽ താളമിട്ടത് ശല്യമാവാതെ അവൻ ആസ്വദിച്ച് ഉറങ്ങിപ്പോയത്. ആ അത്ഭുതത്തിനെ നിങ്ങൾ മറക്കല്ലേ എന്ന് ഖുർആൻ ആയത്ത് തുടങ്ങിയത് ഉമ്മയെയും വാപ്പയെയും പറഞ്ഞിട്ട് പിന്നെ ഉമ്മ സഹിച്ച ത്യാഗങ്ങളാ പറഞ്ഞത്, വാപ്പ സഹിച്ചത് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കൊച്ചിന് പാല് കൊടുത്തതിന് വളർത്തി ആ ഗർഭം മുതൽക്ക് പാല് കൊടുത്ത് വളർത്തി പാലുകുടി മാറ്റുന്ന വരെയുള്ള ഈ സമയങ്ങളിൽ ഉമ്മ ചെയ്ത പോലെ ഒരു ത്യാഗം എന്ന് പറയാൻ വാപ്പാക്കും ഒരു ത്യാഗവും ഇല്ല. ആ ഡെലിവറി നടക്കുമ്പോ 150 രൂപയുടെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബക്കറ്റ് കിട്ടും, അത് വാങ്ങാ, 2 പുതപ്പ് വാങ്ങാ, പിന്നെ വൈകുന്നേരം ഒരു ചായയും കടിയും വാങ്ങാ, പിന്നെ മൂപ്പര് മൊബൈൽ നോക്കി കൊതുകടി ഇല്ലാത്ത കസേരയിൽ പോയി ഒന്നിരിക്കാം. ഇതൊക്കെ തന്നെയാണ് മൂപ്പരുടെ ത്യാഗങ്ങൾ. അത് ഇനി ഖുർആനിൽ പറയണോ? അത് ഖുർആനിൽ പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല. ഉമ്മയുടെ ത്യാഗം ഒരു മോനും ഇത് കണ്ടിട്ടില്ല. എന്റെ ഉമ്മ ഇത് സഹിച്ചത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഉമ്മ ഇത് സഹിച്ചത് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞാൽ തീരുകയുമില്ല. അത് പറഞ്ഞ മനുഷ്യന്റെ വർത്താനത്തിൽ അവതരിപ്പിച്ച് തീരുന്നതല്ല. അപ്പൊ ഇത് ആരുടെ വർത്താനത്തിൽ പറഞ്ഞു തീർക്കണം? അള്ളാന്റെ വർത്താനമായ കലാമായ ഖുർആൻ തന്നെ ഇത് പറയണം. അത് എല്ലാ മക്കളോടും കൂടിയാ പറഞ്ഞത്. ഇവിടെ ആയത്ത് തുടങ്ങിയത് വസൈനൽ ഇൻസാൻ, മനുഷ്യനായി പിറന്ന എല്ലാവരോടാണ്. ഇത് എല്ലാ മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവനും എല്ലാ ജീവിക്കും ഈ ആയത്ത് സംവദിച്ചു കൊണ്ടിരിക്കുക എല്ലാവരോടും. ഈ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ആ അത്ഭുതത്തിന്റെ പേരാണ് ഉമ്മ. ആപത്ത് വരുമ്പോ വിളിച്ചു പോകും. എന്താ വിളിക്കുക? അള്ളാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ നല്ലൊരു കട്ടറിലേക്ക് ചാടി കഴിഞ്ഞാൽ ആറ്റിവിടെ പുറകിലിരിക്കുന്ന ആൾ എന്തായാലും എന്ത് ചെയ്യും? എന്റെ ഉമ്മന്ന് വിളി. എന്തേ? പേടിച്ചു പോവും. പേടിച്ച ആദ്യം ആ അഭയാണ് ഓർമ്മ വരാൻ. എവിടേക്ക് പോയി നമ്മളിപ്പോ മനസ്സ്? നമ്മൾ ഒന്നും അല്ലാതിരുന്നൊരു പ്രായമുണ്ട്. രേതസ്സു തന്നെ ഇതു രക്തമോടും കലർന്നു നാദം തിരണ്ടുരവതായി നടുവിൽ കിടന്നേൻ മാതാവുമില്ലവിടെയൊന്നു പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവനിന്ന് ശംഭോ. ശ്രീനാരായണ ഗുരു പാടിയതാ. ഗർഭം അലക്കാണ് പാടിയത്. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കില്ലെന്നത് കൊണ്ട് വളർന്നു ഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെയാണിതിന്നറിഞ്ഞാലെന്തൊത്തമില്ലതിന്ന് നീ അരുളുക ശംഭോ. തമ്പുരാന്റെ കളിയാണിത്, തമ്പുരാന്റെ ഇടപെട്. നമ്മളൊന്ന് സൈക്കിളിൽ നിന്ന് വീണ, നമ്മളൊന്ന് കാല് തട്ടി വീണ തീർന്ന്. ഒരു കൊച്ച് എത്ര പ്രാവശ്യം വീഴുന്നുണ്ട്? വല്ല കുഴപ്പമുണ്ട്? വല്ല കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. അത് തമ്പുരാന്റെ കളിയാ, തമ്പുരാന്റെ ഒരു അത്ഭുത. കുഞ്ഞുങ്ങള് അവര് കരയുമ്പോ തന്നെ മലർന്നു കിടന്നാണ് കരയണമെങ്കിൽ ആ കണ്ണുനീരിന് സാധാരണ ഒരു കരച്ചിലിന്റെ കണ്ണീര് പോലെയല്ല, അതിന്റെ ലവണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. കുഞ്ഞ് ശബ്ദം കരയുമ്പോ തൊണ്ട പൊട്ടിയ ഈ കരച്ചിലിലൂടെ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന്റെ ഉപ്പുരസം ഒരല്പം അവന്റെ വായിലേക്ക് എത്തുന്നുണ്ട്. കണ്ണിന് മരുന്ന് വെച്ച് ചിലപ്പോ വായിൽ ടേസ്റ്റ് വരാറുണ്ട്. നോമ്പുള്ളവര് കണ്ണിന് മരുന്ന് ഒഴിക്കണതിന് കുഴപ്പമില്ല, പക്ഷെ വായിൽ ടേസ്റ്റ് വന്ന് എന്ത് ചെയ്യണം? തുപ്പിക്കളയണം. കണ്ണിലെ കരച്ചിലിന്റെ കണ്ണുനീരിന്റെ ഉപ്പ് ഈ കുഞ്ഞിന്റെ വായിലേക്ക് എത്തിയാൽ ആ ഉപ്പ് രസം കൊണ്ട് തൊണ്ട കീറി മുറിയുന്നത് അള്ളാഹു അപ്പൊ തന്നെ അതിന്റെ മരുന്ന് വെച്ചിരിക്കുന്നത് തന്നെയാണ്. എന്തൊരു അത്ഭുതമാണ്!
ഈ രീതിയിലുള്ള അത്ഭുതമെൻ തമ്പുരാന്റെ കളിയൊക്കെയാണ് ഇതിന്നറിഞ്ഞാൽ അന്ധത്വമില്ലതിന് നീയരുളുക ശംഭോ. അതാണ് ജീവിതം. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഉമ്മാക്കും വാപ്പാക്കും ഹിദമ ചെയ്യാൻ പറഞ്ഞു. ഇനി കേട്ടോളൂ, ഒരാളുടെ വാപ്പയും ഉമ്മയും മരിച്ചു പോയാലും ഇത് അവസാനിക്കുന്നില്ല. വാപ്പയും ഉമ്മയും മരിച്ചാലും ഇത് അവസാനിക്കുന്നില്ല. ഹബീബായ നബിയുടെ മുന്നിൽ ഒരു സ്വഹാബി വരികയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നിട്ട് പറയാണ്, നബിയെ, എന്റെ വാപ്പ മരിച്ചു, എന്റെ ഉമ്മ മരിച്ചു. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഞാൻ എന്ത് ചെയ്യണം നബിയെ? പഠിച്ചു വെച്ചോ, 5 കാര്യങ്ങൾ ചെയ്യണം. മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും ഖബറിൽ വെളിച്ചം കിട്ടാൻ മക്കൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് അസ്സലാത്തു അലൈഹിമാ. എന്റെ വാപ്പാക്കും ഉമ്മാക്കും ഉപകാരം കിട്ടാൻ ഫിഖ് പൂർണ്ണമായ ഒരു നിസ്കാരം ഞാൻ നേരത്തെ പഠിച്ചു വെക്കണോലോ. അത് മക്കളായിട്ട് ആലോചിക്കാത്ത സ്ഥിതിയിലാണ് നമ്മളായിട്ട് അവർ അത് ആലോചിച്ച് നമ്മുടെ മക്കളെ. ഒന്നാമത്തെ കടമ, നല്ലൊരു നിസ്കാരം കൊടുക്കാൻ ഇമാമാവാനുള്ള ക്വാളിറ്റി നമുക്ക് വേണം. എന്ന് പറഞ്ഞാൽ മരിച്ച അപ്പൊ തന്നെ പോയി നമ്മൾ ഇമാം വെക്കണം എന്നല്ല അതിനർത്ഥം. അസ്വല എന്ന് പറഞ്ഞത് അലിഫ്ലാമുള്ള നിസ്കാരാണ്. അസ്വല, ആ നിസ്കാരം അതിൻ്റെതായ ഹക്കുകൾ പൂർത്തിയായ നിസ്കാരമായിരിക്കണം. അതുകൊണ്ടാണ് അസ്വല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ആലോചിച്ചിട്ടുണ്ടോ? ആ നിസ്കാരം പലപ്പോഴും വിവരമില്ലാത്തവർക്കേറെ ആലിമിന്റെ മുമ്പിൽ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാറുണ്ട്. ഫത്ഹുൽ മുഈൻ വളരെ കൃത്യമായി പറഞ്ഞു, لا يجوز اقتداء أمي اقتداء القارئ للأمي. ഖിറാഅത്തിൽ ഫിഖ്ഹും ഖിറാഅത്തിൽ തജ്വീദും കർമ്മത്തിൽ ഫിഖ്ഹും പൂർണ്ണമല്ലാത്ത ആളെ, അത് പൂർണ്ണമായ ആള് തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവല്ല, ജമാഅത്തിന്റെ കൂലി കിട്ടില്ല, അത് അനുവാദമുള്ളതല്ല. ആ ഇമാമ് നിൽക്കുന്ന ആൾക്ക് ബാക്കിൽ നിൽക്കുന്ന ആളെ വഹിക്കാനുള്ള ഒരു അറിവ് ആ നിസ്കാരത്തിൽ ഉണ്ടാവണം. അപ്പൊ ആലിമിന്റെ അക്ഷരശുദ്ധി ഇല്ലേലും തെറ്റില്ലാത്ത രീതിയിൽ ആ ഫാത്തിഹ ഉച്ചരിക്കാൻ ജീവിച്ചിരിക്കുമ്പോ പഠിച്ചു വെക്കണം. 4 തക്ബീറുള്ള, സുജൂദ് പോലും ഇല്ലാത്ത വളരെ ലളിതമായ മയ്യത്ത് നിസ്കാരം ഒരാൾ ജീവിച്ചിരിക്കുമ്പോ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി പഠിച്ചു വെച്ചേ പറ്റൂ. എന്തിനാണത്? മകൻ തന്നെ ചെയ്യണം. മകനോടാ റസൂലുള്ളാഹി പറയുന്നത്. മയ്യത്ത് കട്ടില് കൊണ്ടുവന്ന് വെച്ചു. 1-ാമത്തെ സഫില് ആരോ വിളിച്ചു ചോദിച്ചു, വുളു എടുത്തു കഴിഞ്ഞോ? അപ്പോൾ നിസ്കാരം തുടങ്ങാൻ വരട്ടെ, 2 പേരും കൂടി വരുന്നുണ്ട്, വുളു എടുത്ത് വരുന്നുണ്ട്. അപ്പോഴുണ്ട് മുന്നിലെ സഫിലേക്ക് ഒരു മകൻ ഇങ്ങനെ കടന്നു വരാ, ചിരിയില്ലാത്ത മുഖം. ആ ദിവസം ആ മകനിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ പോലും കൃത്യമല്ല, അതിലേക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മകന്റെ തലമുടി ചീകി വെച്ചിട്ടില്ല, ആ കണ്ണുകൾ നിറഞ്ഞിരിക്കാ. ഒരു കർച്ചീഫ് കൊണ്ട് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിന്റെ തുള്ളികൾ പതുക്കെ തുടച്ചു കളയുന്നു, വിയർത്തൊലിക്കുന്നുണ്ട്. കടന്നു വരികയാ. വാപ്പയുടെ മയ്യത്തിന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു, ഉമ്മയുടെ മയ്യത്തിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. കൈ കെട്ടിയിട്ടുണ്ടല്ലോ. 3-ാമത്തെ തക്ബീർ കഴിയുമ്പോ ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലഹു. അല്ലാഹുവേ, എന്റെ വാപ്പാക്ക് നീ പൊറുക്കണേ അല്ലാ. ഒരു നല്ല വസ്ത്രം എന്റെ വാപ്പ വാങ്ങി ധരിച്ചിട്ടില്ല. എന്റെ വാപ്പ ഒരു വിറക് വെട്ടുകാരനായിരുന്നു. കിലോമീറ്ററുകളോളം സൈക്കിളിൽ പല ഭാരമുള്ള സാധനങ്ങളും ചുമന്നു നടന്ന ആളാണ്. ചുമട്ട് തൊഴിലാളിയാ. പലപ്പോഴും പട്ടിണി കിടന്ന വയറിലേക്ക് മുണ്ടു മുറുക്കി ഉടുത്തതാണ്. എന്നിട്ടും ഞങ്ങളെ പഠിപ്പിച്ചു, നല്ല നിലയിലാക്കി. ഞങ്ങൾ ഇന്ന് നല്ല സ്ഥിതിയിലാ ഞങ്ങളുടെ വാപ്പ ജീവിച്ചത്. കട്ടൻ ചായ കഴിച്ചാണെങ്കിൽ റബ്ബേ, ഞങ്ങൾ കഴിക്കുന്നതും കുടിക്കുന്നതും വളരെ ആർഭാടപൂരിതമായ ഭക്ഷണങ്ങളാണ്. അല്ലാഹുവേ, എന്റെ വാപ്പ കൊണ്ട വെയിലാണല്ലോ ഞാൻ ഇന്ന് കൊള്ളുന്ന തണല്. എന്റെ വാപ്പാക്ക് ചെയ്തു കൊടുക്കാൻ ഇനി ഒന്നുമില്ല അല്ലാ. ഒരു കീറിയ തളപ്പായയിൽ വളഞ്ഞുകൂടി കിടന്ന മനുഷ്യൻ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം സമർപ്പിച്ച സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം ദുആ ചെയ്തതും എന്റെ മക്കളെ നന്നാക്കണേ എന്നായിരിക്കുമല്ലോ അല്ലാ. എന്റെ വാപ്പാക്ക് ഞാൻ യാത്ര പറയട്ടെ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലഹു, എന്റെ വാപ്പാക്ക് പൊറുക്കണേ അല്ലാ. ഇത് പറയാൻ ഒരു മകൻ നേരത്തെ തയ്യാറായി നിൽക്കണം.
അന്ന് ആ മകന്റെ കണ്ണ് പൊടിയണം. അതിനു വേണ്ടി ആത്മാർത്ഥമായി ആ മയ്യത്ത് നിസ്കാരത്തിന്റെ ദുആന്റെ അർത്ഥമൊക്കെ ഒരു മകൻ പഠിച്ചു വെക്കണം. സാന്ദർഭികമായി പറയാം, പെൺമക്കളെ മയ്യത്ത് നിസ്കരിക്കാൻ, ഹാദിറായ മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. ആ മയ്യത്ത് മറവ് ചെയ്യാൻ പോണോടത്തേക്ക് പോയിക്കോട്ടെ. മയ്യത്ത് നിസ്കാരം പെണ്ണ് നിസ്കരിച്ചു എന്നോർത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി സഹോദരന്മാരാണ് വല്ലാതെ പ്രോത്സാഹിപ്പിച്ച് രംഗത്തേക്ക് കൊണ്ടുവന്നു. അതില് പെണ്ണിന് ഫർദ് കിഫയല്ല എന്നുള്ളൂ, പെണ്ണ് നിസ്കരിച്ചാൽ കൂലിയൊക്കെ ഉള്ളതാ. നിങ്ങൾ ദോഹർ നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇശാ നിസ്കരിക്കുമ്പോഴൊക്കെ ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് എന്നും മയ്യത്ത് നിസ്കരിച്ചു. ഇന്ന് ഞാൻ മയ്യത്ത് നിസ്കരിക്കൽ സ്വഹീഹായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് എല്ലാ ദിവസവും ഇശാ കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് മഹാനായ CH ഹൈദറൂസ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. എല്ലാവർക്കും നിസ്കരിക്കാതെ. എങ്ങനെയാ? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മയ്യത്ത് നിസ്കാരം. എങ്ങനെ? അത് ഇശാ കഴിഞ്ഞ് വേണമെന്നില്ല. ഇന്ന് ഞാൻ എത്രയോ പാവങ്ങളാ ഫലസ്തീനിൽ ഓരോ ദിവസവും മരിച്ചു വീഴുന്നുണ്ട്. നമുക്ക് മയ്യത്ത് നിസ്കരിക്കണ്ടേ? ഇന്ന് ഞാൻ മയ്യത്ത് നിസ്കരിച്ചാൽ സ്വഹീഹാകുന്ന എല്ലാ മയ്യത്തുകൾക്കും അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. എല്ലാവർക്കും ചെയ്യാം. മയ്യത്ത് നിസ്കാരം ആണുങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ഒരു മയ്യത്ത് എടുക്കുന്നിടത്ത് ഒരു കലഹം, ഒരു മയ്യത്ത് എടുക്കുന്നിടത്ത് ഒരു ഇഖ്തിലാത്ത്, പെണ്ണ് മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ പേരിൽ വന്നുകൂടുന്നു എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ മയ്യത്ത് നിസ്കാരത്തിന്റെ ഹക്ക് പൂർത്തീകരിക്കാൻ പെണ്ണുങ്ങള് നിസ്കരിക്കുന്നിടത്ത് സാധിക്കുന്നില്ലെങ്കിൽ, ഉദാഹരണം എല്ലാവരും നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിച്ചില്ല, അവർക്ക് എന്നോട് എന്തെങ്കിലും വിരോധം തോന്നുന്നു, അല്ലെങ്കിൽ തന്നെ എന്നെ കാണാൻ പാടില്ല, അന്നാണെങ്കിൽ നിസ്കരിക്കാനും പാടില്ലാത്ത ദിവസമാണ് ആ സഹോദരിക്ക്. എല്ലാവരും ഒന്ന് ബോധിപ്പിക്കണമല്ലോ എന്നോർത്ത്. ഒരു പക്ഷേ നിർബന്ധിത സാഹചര്യത്തിൽ വഴക്ക് മാറ്റാൻ, പിണങ്ങാതിരിക്കാൻ ചിലരോട് ചിലത് പറഞ്ഞാൽ മനസ്സിലാവൂല, ചിലരോട് ചിലത് പറഞ്ഞാൽ മനസ്സിലാവൂല. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യം സന്ദർശിച്ചതൊരു ഭ്രാന്താലയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും പലയിടത്തും സന്ദർശിക്കുന്നുണ്ട്. നെഹ്റു ആദ്യം സന്ദർശിച്ചതൊരു ഭ്രാന്താലയ. അവിടെ ചെന്നപ്പോ ഗേറ്റ് കടന്നു വന്നപ്പോ തന്നെ ആദ്യം ഒരു ഭ്രാന്തൻ, വലിയ കുഴപ്പമൊന്നുമില്ല, അയാൾ ചോദിച്ചു, ആരാ, എവിടുന്ന തന്നെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്നാ വരുന്നത്, ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അയാൾ വായ പൊത്തിയിട്ട് ഒരൊറ്റ ചിരി, സാരല്ല വേഞ്ചല്, 2 ആഴ്ച ഗുളിക കഴിച്ചാൽ അത് മാറിക്കോളും, 2 ആഴ്ച ഗുളിക കഴിച്ചാൽ മാറും. ഞാനിവിടെ വരുമ്പോ അമേരിക്കയുടെ പ്രസിഡന്റാന്ന് പറഞ്ഞുകൊണ്ടുവന്ന ആളാ, അതുകൊണ്ട് അമേരിക്ക ആയതുകൊണ്ട് 1 മാസം കഴിക്കേണ്ടി വന്നു, ഇത് 2 ആഴ്ച കഴിച്ചാൽ മാറിക്കോളും എന്ന് പറഞ്ഞ് നെഹ്റുവിനെ പറഞ്ഞയച്ചു. അങ്ങനെ ഉസ്താദ്മാര് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാരോട് എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല. ഇന്ന് ശുദ്ധിയില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചോ സ്ഥാപിച്ചോ ആ മയ്യത്ത് നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ചില പെണ്ണുങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഏതായാലും അതിലേക്ക് കൂടുതൽ വരുന്നില്ല. മയ്യത്ത് നിസ്കാരം മഹ്ദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നിസ്കാരത്തിന് മഹ്ദി അവர்கள் പങ്കെടുത്തതായൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പെണ്ണ് നിസ്കരിക്കണ്ടെന്നൊന്നും പറയുന്നില്ല. നിസ്കരിക്കുന്നത് ഒരു ആഘോഷമാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മുബത്തദിഈങ്ങൾ പെണ്ണിനെ വല്ലാതെ നിസ്കരിപ്പിക്കാനുള്ളതായ രംഗങ്ങൾ സൃഷ്ടിച്ചോടുത്ത്, പെണ്ണിനൊരു ജമാഅത്ത് നിസ്കാരത്തെ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചോടുത്ത് അവർ വിജയിച്ച ഒരു തന്ത്രത്തിൽ ഒരു മസ്അലയുടെ പഴുത് കണ്ടുകൊണ്ട് നമ്മൾ അതിൽ സുന്നത്ത് ജമാഅത്തിനെ പാഴാക്കാൻ നിൽക്കണ്ട എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. കൂടുതൽ കാരണം അത് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ തന്നെ 2-3 രീതിയിൽ ആ വിഷയത്തിലെ നിലപാടുകൾ പറഞ്ഞവരുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നു വരുന്നില്ല. ഏതായാലും ഒരു നാട്ടിൽ നടക്കുന്നതിൽ അച്ചടക്കം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അതിൻ്റെതായ മസ്ലഹത്തിൽ തുടരാ എന്ന് മാത്രമേ അതേക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയൂ. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കുടുംബത്തിലെ ഏറ്റവും പ്രധാന കണ്ണികൾ തന്നെയാണ്, ഏറ്റവും പ്രധാന ഘടകമാണ്. 5 വഖത്ത് നിസ്കാരം നമുക്ക് നിർബന്ധം. 5 വഖത്ത് നിസ്കാരം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, 5 വഖത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ 5 വഖത്തിൽ അള്ളാഹുവിനോടുള്ള കടമയാണ് നമ്മൾ നിർവഹിക്കുന്നത് എങ്കിൽ, 5 വഖത്തിൽ നമ്മൾ നിസ്കരിക്കൽ അള്ളാഹുവോടുള്ള കടമ നിർവഹിക്കലിന്റെ നിർബന്ധിതമായ കർമ്മമാണ് എങ്കിൽ, 5 വഖത്തിലും നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കലിന്റെ നിർബന്ധിത ഭാഗമാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. 5 വഖത്ത് നിസ്കരിക്കൽ നിർബന്ധമാണെങ്കിൽ 5 വഖത്തിലും വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യലും നിർബന്ധമാണ്. എന്നാൽ ആ ഹക്ക് വിടുകയുള്ളൂ എന്ന് മഹാനായ ഇസ്മായിൽ അൽ ഹഖൽ ബറൂസി റൂഹുൽ ബയാനിൽ ഈ ഖബർ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത് മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും ചെയ്തു കൊടുക്കാനുള്ളത് നല്ലൊരു മയ്യത്ത് നിസ്കാരം. രണ്ടാമത് പറഞ്ഞു വൽ ഇസ്തിഗ്ഫാറു ലഹുമാ,
രണ്ടുപേർക്കും ഖബറിൽ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ, രണ്ടുപേരുടെയും ഖബറിലേക്ക് പ്രതിഫലമായെത്തുന്ന മഗ്ഫിറത്തിന്റെ പദവി കിട്ടുന്ന കാര്യങ്ങൾ, സദഖ കൊടുക്കുന്നവസരം ഖദ് സുന്നാ, മാതാപിതാക്കൾക്കെന്ന് കരുതൽ നന്നാ, അതിനുള്ള പ്രതിഫലം അവരിലേക്കെത്തുന്നതാ, ഇവനുള്ളതോ കുറയാതെയും ലഭിക്കുന്നതാ. ഒരു വീട്ടിൽ അതിഥി വന്നു, വേണ്ട ഉസ്താദിന് ചെലവുണ്ട്, ഇന്ന് നമ്മുടെ വീട്ടിലാ ഇന്നത്തെ ചെലവ്. നീയത്ത് വെച്ചു, അല്ലാഹുവേ ഈ ഭക്ഷണം എന്റെ മരണപ്പെട്ട വാപ്പാന്റെ പേരിലാ ഞാൻ കൊടുത്തയക്കുന്നത്. ഒരു നോമ്പ് തുറ നടത്തി, ഒരാൾക്കൊരിറക്ക് വെള്ളം കൊടുത്തു. എന്തിനേറെ എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഡൈനിങ് ടേബിളിന്റെ മുകളിലിരിക്കുന്ന ഭക്ഷണം നീ വിളമ്പി കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കോ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് ഞാൻ ഈ വിളമ്പി കൊടുക്കുന്നത് തിന്നുന്നത് എന്റെ കുടുംബക്കാരാണെങ്കിലും ഇതിന്റെ കൂലി സ്വതക്കയുടെ കൂലിയാ, എന്റെ വാപ്പാക്ക് കിട്ടണം, എന്റെ ഉമ്മാക്ക് കിട്ടണം. സഅദ് ബിൻ ഉബാദ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ ഹദീസ് കാണാം, നബിയേ സഅദിന്റെ ഉമ്മ മരണപ്പെട്ടു നബിയേ, അതുകൊണ്ട് ഫഅയ്യു സദഖത്തിൻ അഫ്ളലു, ഞാൻ ഏത് സദഖ ചെയ്യണമെന്ന് ചോദിച്ചപ്പോ എന്റെ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന സദഖ റസൂലുള്ളാഹി പറഞ്ഞു സഖിയുൽ മാ, ഉമ്മാന്റെ പേരിൽ വെള്ളം ദാനം ചെയ്യുമോനെ. മഹാനവറുകൾ പോയി ഒരു കിണർ കുഴിച്ചു, എന്നിട്ട് പ്രഖ്യാപിച്ചു ഹാദാ ലി ഉമ്മി സഅദ്, സഅദിന്റെ ഉമ്മാന്റെ പേരിലായി കിണറ്. ചില ആൾക്കാർ പറയാറുണ്ട് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പിന്നെ ഒന്നുമില്ല എന്നാ പറയണം, മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പിന്നെ ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, പതിയാശ്വരിൽ അതുണ്ടാവാൻ സാധ്യത കുറവാണ്, വേറെ പലയിടങ്ങളിലുണ്ട്. മരിച്ചാ മരിച്ചു അവിടെ തീർന്നു, മരിച്ചാ മരിച്ചു പിന്നെ അവിടെ തീർന്നു, അങ്ങനെ. പിന്നെ ഇപ്പൊ നമ്മുടെ പറമ്പിലൊരു ഒരു കന്നുകാലി ചത്തു, അതിനെ കുഴിച്ചിട്ടു. ഒരു പെരിച്ചാഴി ചത്തു വീണു, അതിനെ കുഴിച്ചിട്ടു. എന്താ ഇതിപ്പോ മാറ്റമുള്ളത്? അതാണ് ഒരു ഇസ്ലാമിക അധ്യാപനം, അതാണ്. അല്ലാഹുവേ എന്തെല്ലാം സംസ്കാരങ്ങളും പരിഷ്കാരങ്ങളും മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വരാൻ. മരിച്ചുപോയ വാപ്പാക്കുമ്മാക്കും ജീവിച്ചിരിക്കുന്ന മക്കൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അവർക്ക് വേണ്ടി പൊറുക്കൽ തേടാം, അല്ലെങ്കിൽ അവർക്ക് മഗ്ഫിറത്തിന്റെ പദവി കിട്ടാനുള്ള ദാനധർമ്മങ്ങൾ പോലെയുള്ളത് വാപ്പാടും ഉമ്മാടും പേരിൽ ചെയ്തുകൊണ്ടിരിക്കാം. മൂന്നാമത്തേത് ഇൻഫാദു അഖദിഹിമാ, വാപ്പ പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കാം. എന്റെ വാപ്പ പറഞ്ഞതാണ് 2 സെന്റ് സ്ഥലം, വാപ്പ മരിച്ചു, പോയത് പോയി, ഇനി വാപ്പ പറഞ്ഞു വാപ്പായിൽ നിന്ന് മേടിച്ചോ, അത് വേറെ അല്ല. വാപ്പ പറഞ്ഞത് പൂർത്തീകരിക്കാം. മൂന്നാമത്തെ കടമ, ഖബറിൽ കിടക്കുന്ന വാപ്പക്ക് സന്തോഷം കിട്ടും. നാലാമത്തേത് ഫസിലത്തുർ റഹിമില്ലദീ തൂസലു ഇല്ലാ ബിഹിമാ, വാപ്പയും ഉമ്മയും മരിച്ചാലും അവരുടെ കൂട്ടുകുടുംബക്കാരെ ഇടക്കിടക്ക് സന്ദർശിക്കണം, അവരുമായുള്ള ബന്ധം വാപ്പ നിലനിർത്തിയതുപോലെ നിലനിർത്തണം. അങ്ങനെയുണ്ട്. ഒരു വാപ്പ മരിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന്റെ 3 കൊല്ലം മുമ്പ് വാപ്പ നല്ല ധർമ്മിഷ്ഠനായിരുന്നു, നല്ലോണം ദാനം ചെയ്യുന്ന ആള്. വാപ്പ മരിക്കുന്നതിന്റെ 3 കൊല്ലം മുമ്പ് 2 മക്കളെയും വിളിച്ചിട്ട് 3 കൊല്ലം മുമ്പുള്ള ദാനധർമ്മം റമദാനിലും മറ്റുമൊക്കെ ചെയ്യുന്നത് ലിസ്റ്റ് മക്കളെ കൊണ്ടിരിക്കും, എന്നിട്ട് മക്കളെ കൊണ്ട് കുടിപ്പിക്കും. 3 കൊല്ലം മക്കളെ ചെയ്തു, ഇപ്പൊ 4ാമത്തെ കൊല്ലം ഇപ്പൊ മക്കൾ തന്നെ അത് ചെയ്യുന്നത്. വാപ്പ കൊടുത്തത് ഏതൊക്കെയാന്ന് അന്വേഷിച്ച് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ ന്യായമത്തെ അവർക്ക് കൂടി കൊടുക്കൊണ്ടിരിക്കുക. വാപ്പയുടെ കുടുംബ ബന്ധങ്ങളെ നിലനിർത്തണം, വാപ്പയുടെ ഉമ്മയുടെ കുടുംബ ബന്ധങ്ങൾ അവരുടെ മരണശേഷം. ഇനി കേട്ടോളൂ, 5ാമത് പറഞ്ഞു ഇക്റാമു സദീഖിഹിമാ, വാപ്പയും ഉമ്മയും നല്ല ബന്ധം സ്ഥാപിച്ചിരുന്ന സൗഹൃദങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. മഹാനായ സ്വഹാബി പ്രമുഖൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ ഒരു ജംഗ്ഷനിൽ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്ന സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുഹൃത്തിന്റെ മകനായിരുന്നു. അപ്പോൾ പിതാവ് ബന്ധം സ്ഥാപിച്ചിരുന്ന സുഹൃത്തിന്റെ മകനെ ബഹുമാനിച്ചു. എന്തുകൊണ്ട്? പിതാവിന്റെ സുഹൃത്തിനെ ബഹുമാനിക്കുന്നത്, അതെന്റെ പിതാവിനെ ബഹുമാനിക്കുന്നത് സയ്യിദനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെയാണ് ആ ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഏതായാലും നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിൽ നിന്നാണ് കുടുംബത്തിന്റെ ഏറ്റവും മനോഹരമായ ആ സ്വർഗം നമുക്ക് പടുത്തുയർത്താൻ കഴിയാം.
എന്തൊക്കെ ചെയ്തു കൊടുത്താലും എന്റെ പ്രിയമുള്ളവരെ കടപ്പാട് തീരൂല. ഒരു സഹാബി വന്നുകൊണ്ട് പറയാണ് റസൂലുള്ളാഹിയുടെ അടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, എന്റെ ഉമ്മയെ കുറിച്ച് ഞാൻ പറയാൻ വന്നു. ഹറുമത്, ഒരുപാട് പ്രായമുണ്ട് ഉമ്മക്ക്. ഉമ്മാക്ക് വേണ്ടി വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ഞാൻ എന്റെ കൈകൊണ്ട് വാരി വെച്ച് കൊടുക്കുന്നു, ഞാൻ കുടിപ്പിക്കുന്നു. ഉമ്മാക്ക് നിസ്കാരമുണ്ട്, ഉളൂ ചെയ്യുന്ന നേരമാകുമ്പോൾ ഞാൻ ഉളൂ എടുപ്പിക്കുന്നു. ഉമ്മാടെ ശരീരത്തിൽ കഴുകി വൃത്തിയാക്കേണ്ടത് മുഴുവൻ ഞാൻ തന്നെ വൃത്തിയാക്കുന്നു. ഞാൻ ജോലിക്ക് പോകുമ്പോ ഒരു കുട്ടയിൽ എന്റെ ഉമ്മയെ വെച്ച് തലയിൽ ചുമന്നു കൊണ്ടുപോകുന്നു. വീട്ടിലിട്ടിട്ട് പോകാൻ എനിക്ക് കഴിയൂല നബിയെ. ഞാൻ പോകുമ്പോൾ എന്റെ ഉമ്മയെ ഞാൻ ഒരു കുട്ടയിൽ വെച്ചുകൊണ്ട് ചുമന്നു കൊണ്ടുപോകുന്നു, എന്റെ ചുമലിൽ വെച്ച് ചുമന്നു കൊണ്ടുപോകുന്നു. സന്തോഷം കൊണ്ട് വന്ന് ചോദിക്ക, ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് സന്തോഷ നബിയെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാ എന്ന അമലിന്റെ കൂലി എനിക്ക് കിട്ടോ നബിയെ? ഫഹൽ ജാസൈതുഹാ ഹഖ്ഖഹാ, ഒരു മകൻ എന്ന നിലയിൽ ഞാൻ എന്റെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കുന്ന ഹക്ക് ഇത് പൂർണ്ണമായ ഹക്കാണ് നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ ലാ വലാ വാഹിദം മിമ്മിആ, 100-ൽ ഒരംശം പോലും നീ ഉമ്മയോടുള്ള ഹക്ക് വീട്ടിയിട്ടില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിമ യാ റസൂലല്ലാഹ്, എന്താ നബിയെ കാരണം? അതിന്റെ കാരണം എന്താ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, നിനക്ക് ദുർബലമായ ഒരു അവസ്ഥ ഉണ്ടായപ്പോ നിന്റെ ഉമ്മ നിന്നെ വളർത്തിയത് നീ കണ്ണെത്താ ദൂരം വളർന്ന് ജീവിച്ച് ദീർഘായുസ്സിൽ കഴിയണം എന്ന നെയ്യത്തിലായിരുന്നു. നിന്റെ ദുർബല നേരത്ത് നിന്റെ ഉമ്മ നിന്നെ സംരക്ഷിച്ചത്. ഉമ്മ ദുർബലമായപ്പോൾ നീ ഉമ്മയെ സംരക്ഷിക്കുന്നത് ഉമ്മ മരിക്കാനായി എന്നൊരു ചിന്ത എപ്പോഴോ നിന്റെ ഉള്ളിലുണ്ട്. നിന്റെ ദീർഘായുസ് ചിന്തിച്ചുകൊണ്ട് നിന്റെ ദുർബല കാലത്ത് നിന്നെ ഉമ്മ സംരക്ഷിച്ചു. ഉമ്മയുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ടാ നീ ഉമ്മയെ മരിക്കുന്നവരെ സംരക്ഷിക്കാൻ നീ തയ്യാറായത്. അതുകൊണ്ട് ഇത് രണ്ടാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും വിഷമിക്കേണ്ടവാൻ എന്നാലും നീ ചെയ്തത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാ എന്ന അമല് തന്നെയാണ്. വല്ലാഹു യുസീബുക അലൽ ഖലീലി അൽ കസീർ, കുറഞ്ഞതിന് കൂലി കൊടുക്കുമ്പോൾ അല്ലാഹു കൂലി കൊടുക്കുന്നത് ഇരട്ടി എന്ന നിലയിൽ നീ വിജയിച്ചു മോനെ. സയ്യിദുനാ റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ റൂഹുൽ ബയാനി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഹദീസും കൂടി പറയാം. മൻ ബർറ വാലിദൈഹി മുദ്ദത്ത് ഫീ ഉമുരിഹി, മാതാപിതാക്കൾക്ക് ഒരാൾ നല്ലത് ചെയ്തു കൊടുത്താൽ നെറ്റി പോലും ചുളുങ്ങാൻ പാടില്ല. ഛേ എന്ന പ്രയോഗമല്ല, ഒരു നെടുവീർപ്പ് പോലും എന്ന് പറഞ്ഞിട്ട് ഒരു ദീർഘനിശ്വാസം, ഒരു ഇതുണ്ടല്ലോ, ഒരു മൂളല്. അല്ലേ? ആപ്പായമ്മ എന്തിനും പറഞ്ഞു കഴിഞ്ഞാ ഇഷ്ടപ്പെട്ടില്ലേ ഒന്നും തിരിച്ചു പറഞ്ഞൊന്നുമില്ല എന്ന് എനിക്ക് കിട്ടണല്ലേ. അങ്ങനെ ഒരു അവസരം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു ശ്വാസം ഒന്ന് കനപ്പിച്ചിട്ട് പുറത്തേക്ക് ഒരു വിടലുണ്ട് അല്ലേ? ചില സന്ദർഭത്തിലാ വരുള്ളൂ. നമുക്ക് ദേഷ്യം വരുമ്പോഴോ മിണ്ടല്ല, കടിച്ചു പിടിച്ചിരിക്കും. അതുപോലും പാടില്ലെന്നാ. വലാ തഖുൽ ലഹുമാ ഉഫ്, ഉഫ് പറയരുത്. ഉഫ് എന്ന് പറഞ്ഞ എന്താ? അതൊരു വാക്ക് പോലല്ല, ഒരു ശബ്ദം. ആ കാറ്റ്, ഒരു ദീർഘനിശ്വാസം അനിഷേധ്യമായി പുറത്തു വരുന്നതിന് ഒരല്പം ബലം കൊടുക്കൽ പോലും പാടില്ല എന്നതിനർത്ഥം. ഉഫ് എന്ന് പറഞ്ഞാൽ ചേന്ന അർത്ഥമൊന്നുമില്ല. അതൊക്കെ ആയാതി ഡിക്ഷണറി ഒക്കെ മാറ്റി വെക്കണം. ഉഫ് എന്ന് പറഞ്ഞാൽ ചേന്നല്ല. ചേന്ന് പറയണെങ്കിൽ ഒരുപാട് ഈർഷ്യതൊക്കെ വന്ന് എത്ര ഊർജം വേണം. ചേ പറയണ്ടോ. നീ ഏതായാലും കാറ്റ് വായിന്ന് പുറത്തേക്ക് വിടണം, മൂക്കിന്ന് പുറത്തേക്ക് വിടണം. അതൊന്ന് കനപ്പിക്കാൻ പോലും പാടില്ല എന്നാണ് ഉഫ്. ഖുർആൻ ചില കാര്യങ്ങള് ശബ്ദം കൊണ്ടാ പറഞ്ഞിട്ടുള്ളത്. ചിലത് അക്ഷരങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ വ്യാഖ്യാനിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ എന്നത് ചില സമയത്ത് ശബ്ദാദ്യപ്പെട്ട ഒന്നാണിത്. ഉഫിന്റെ അർത്ഥം ഭാഷ വേണ്ട, എന്നൊക്കെ അല്ലെ, എന്തോ ഒരു പുറത്തേക്ക് നമ്മൾ ഏതായാലും കളയുന്ന ആ നിശ്വാസ വായുവിൽ കനപ്പിക്കല്ലേ എന്നതാണ്. ശബ്ദം കൊണ്ട് ഖുർആൻ അർത്ഥം പറഞ്ഞ പലയിടങ്ങളുണ്ട്. കിതച്ചോടുന്ന കുതിരയെ തന്നെ സത്യം എന്നുണ്ട്. ഓടുമ്പോൾ നാടന് റോഡിൽ അടിച്ചാൽ തീപാറുന്ന കുതിര. കിതച്ചോടുന്ന കുതിര
വൽആദിയാതി ലബ്ഹാ ലബ്ഹ 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 ലബ്ഹ. നല്ല മേക്കാർന്നെങ്കിൽ അതിങ്ങനെ എന്ത് ചെയ്യാം, കേൾക്കായിരിക്കും. അങ്ങനെയാണ് കിതച്ചോടുന്ന കുതിര, ശബ്ദമാണത്. ലാടനടിച്ചോടുമ്പോ തീ പാറുന്ന കുതിര. ഖുർആന്റെ ശബ്ദം. ഡിഡ് യു റീഡ്? വായിച്ചോ? യെസ്, ബട്ട് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ കംപ്ലീറ്റ് പാർട്ട് ഓഫ് ദ ഖുർആൻ because the Quran is the sentence of the God. മൗലാന അബുൽ കലാം ആസാദ് നെഹ്റുവിനോട് പറഞ്ഞതാ, ഇത് അള്ളാഹുവിന്റെ സെന്റൻസാ. അള്ളാഹുവിന്റെ സെന്റൻസിന് അള്ളാഹ് കൊടുക്കുന്ന ഒരു അർത്ഥമുണ്ട്. അത് മനുഷ്യന്റെ ഭാഷ കൊണ്ട്, മനുഷ്യന്റെ ഭാഷയിലെ വാഗ്വിലാസം കൊണ്ട്, മനുഷ്യ ഭാഷയിലെ നൈപുണ്യം കൊണ്ട് അള്ളാന്റെ ഭാഷയെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. വലൗ ജിഅ്നാ ബിമിത്ലിഹി മദദാ, അനന്തവിശാലമായ സമുദ്രത്തെ മുഴുവനും കൊണ്ടുവന്നാൽ, മഷിയായി ഉപയോഗിച്ചാൽ, ഭൂമിയിൽ നാമ്പെടുത്ത സർവ്വ ചെടികളും മരക്കുറ്റികളും പേനയായി ഉപയോഗിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കാൻ തുനിഞ്ഞാൽ ലനഫിദൽ ബഹർ, സമുദ്രം വറ്റല്ലാതെ ഖുർആന്റെ വ്യാഖ്യാനം തീരൂല. അത്ര വലിയ അർത്ഥവിശാലതയുള്ള പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിശ്വാസവായു പോലും നീ കനപ്പിച്ച് നിന്റെ ഉമ്മയോടും വാപ്പയോടും ശകാര പ്രകടനം അരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. മാതാപിതാക്കൾക്കൊരു മകൾ ഖിദ്മ ചെയ്താൽ മുദിദത്ത് ഫീ ഉമുരിഹി, അവന് ദീർഘായുസ്സുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾക്കൊരു മകനോ മകളോ ഖിദ്മ ചെയ്താൽ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വാപ്പയെ നോക്കിയ മകനും മകൾക്കും ആയുസ്സിൽ വർധനമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദീർഘായുസ്സുണ്ടാകുമ്പോ അതിനർത്ഥം നമുക്കും പ്രായമാകുമെന്ന. അപ്പൊ നമ്മളെ നോക്കാൻ ആര് വേണം? വയുഹബു ലഹു വലദൻ യബുറുഹു, നിനക്കും പ്രായമാകുമ്പോൾ നിനക്ക് ഖിദ്മ ചെയ്യാൻ അള്ളാഹു ഒരു മകനെ ഒരു മകളെ നിന്റെ വാർദ്ധക്യത്തിലേക്ക് ഒരുക്കും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ഹദീസ് പറഞ്ഞാൽ അതിന് മഫ്ഹൂമ സാധാരണ ഉള്ളത്, അതിനൊരു ഓപ്പോസിറ്റ് അർത്ഥം ഉണ്ടാവുമല്ലോ, അതിനാ മഫ്ഹൂം എന്ന് പറയാം. സാധാരണ ഹദീസിൽ അങ്ങനെ മഫ്ഹൂം പ്രത്യേകം പറയലില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഈമാനുള്ളവൻ വിരുന്നുകാരെ ബഹുമാനിക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മഫ്ഹൂം എന്താ? വിരുന്നുകാരെ ബഹുമാനിക്കാത്തവൻ ഈമാനില്ലാത്തവനാ. അത് പറയേണ്ടതില്ല. അതാ ഹദീസിന്റെ മഫ്ഹൂം മഅനയാണ്. അത് മഹാന്മാരായ അയിമ്മത്ത്, മഹാന്മാരായ മുജ്തഹിദ് മുത്തലഖുകളായ ഇമാമിയങ്ങൾ ആ മഫ്ഹൂം മഅനയെ മസലക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കലുണ്ട്. എല്ലാ ഹദീസിലും മഫ്ഹൂം മഅന ഉണ്ടാവും. ഈ ഹദീസിൽ മഫ്ഹൂമായിട്ടല്ല ഉള്ളത്, അത് നേരെ പച്ചന റസൂൽ തന്നെ അങ്ങോട്ട് പറഞ്ഞു. ഈ ഹദീസിലെ മഫ്ഹൂം എല്ലാം മഅലൂമാണ്. എങ്ങനെയാണ്? മൻ ബർറ വാലിദൈഹി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ ആയുസ്സിൽ വർധനവുണ്ട്, വാർദ്ധക്യത്തിൽ നമുക്ക് മക്കൾ ഖിദ്മക്കുണ്ട്. അതിന്റെ മഫ്ഹൂം ഇനി പറയണ്ട, റസൂൽ തന്നെ നേരെ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു. ആരെങ്കിലും മന്നാഖ വാലിദൈഹി, മാതാപിതാക്കളെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഖുസിറത്ത് ഫീ ഉമുരിഹി, അവന്റെ ആയുസ് ചുരുങ്ങും എന്ന് ഖാല റസൂലുള്ളാഹി. മഫ്ഹൂം തേടിപ്പോണ്ട, അത് റസൂൽ തന്നെ പച്ചന പറഞ്ഞു. കാരണം വിഷയം അത്ര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വീട്ടിലും മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്, അതൊന്ന് പരിഹരിക്കണം. ഈ വാക്കുകൾ അള്ളാഹു അതിന് ഉപകാരമാക്കി തരട്ടെ. ആയുസ് ചുരുങ്ങുമ്പോ ആ കുറഞ്ഞ കാലത്ത് നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതയായി ഒരു മകനോ അല്ലെങ്കിൽ മകളോ രൂപപ്പെടും. അവർ നിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളിലേക്ക് വരുമ്പോൾ മക്കളോട് കടമയുണ്ട്. മൻ വലിദ ലഹു വലദൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദ്ദിബുഹു ഖാല റസൂലുള്ളാഹി. കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം നല്ല പേര് വിളിക്കണം. പേര് വിളിക്കുമ്പോൾ ഗൂഗിൾ ഉസ്താദിനോട് ചോദിക്കാൻ നിൽക്കരുത്, അത് ശരിയായി കൊള്ളണമെന്നില്ല. മനുഷ്യന്മാര് പേരിടാൻ വേണ്ടി യാതൊരുവിധ ലെവലില്ലാതെ എന്താണ് വലിച്ചുവാരി ഇടുന്നതെന്ന് അറിയില്ല. അള്ളാഹു കാക്കട്ടെ. നല്ല പേരിടണമെന്ന് പുണ്യ നബി മക്കളോടുള്ള കടമയാണത്. അതുപോലെ തന്നെ അദബ് പഠിപ്പിക്കണം. അദബ് പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ മദ്രസയിൽ വിടണം എന്നല്ല അതിനർത്ഥം. മദ്രസയിൽ വിടല് അല്ല അതിനർത്ഥം. ഒരു വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ ചെരുപ്പ് ഊരിടാൻ എവിടെ ഇടണമെന്ന് എന്റെ ഉമ്മ പഠിപ്പിച്ചത് ഞാൻ ഫൈസി ആയതിൽ എനിക്ക് കിട്ടിയ അറിവിനേക്കാൾ ആദ്യം ഞാൻ മുന്തിച്ച അറിവ് എന്റെ ഉമ്മ ചെരുപ്പിടാൻ പറഞ്ഞത് സ്റ്റെപ്പിന്റെ താഴെയാ. എന്റെ ഉമ്മ ചെരുപ്പിടാൻ എന്നെ പഠിപ്പിച്ചത് സ്റ്റെപ്പിന്റെ താഴെയാണ്. എന്റെ ഉമ്മ മുണ്ടെടുത്തതായി എനിക്കറിയില്ല, പക്ഷേ എന്നെ മുണ്ടെടുക്കാൻ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാണ്. മുണ്ടെടുക്കുന്നത് എങ്ങനെയാണ്?
മോനെ ഇടത്തേക്ക് അവസാനിക്കണം, വലത്തേക്ക് തുടങ്ങണം. ഉമ്മ ബുഖാരി ഓതിയിട്ടില്ല. അതിനുള്ള വിവരം വലത് കൈക്ക് തിന്നു പഠിക്കണം, ഉമ്മ പഠിപ്പിച്ചതാ. എന്നാലും നമ്മൾ ഇന്ന് കല്യാണ വീട്ടിലും റാത്തീവിന് പോകുന്ന വീട്ടിലും പായസം കൊടുക്കുന്ന ആ ഗ്ലാസ് ഏതായാലും പിന്നെ കഴുകി ഉപയോഗിക്കൂല. എന്നാലും നമ്മൾ ഏത് കൈ കൊണ്ടാ? ഇടത്തെ കൈക്ക്. ഈ വിംബാറും അതും ഇതും ഒക്കെ വീടുകളിലെ അടുക്കളയിൽ പാത്രം കഴുകാൻ മേടിക്കണം. എന്ത് പൈസ കൊടുത്ത് മേടിക്കണേ? ആ തിന്നണ കഴിക്കുക, പാത്രം കുടിക്കണ വെള്ളത്തിൽ ഗ്ലാസ്സിൽ പിടിച്ചെന്താ കുഴപ്പം? ഏതായാലും തിന്ന പ്ലേറ്റിന്റെ ഉള്ളിൽ അതുപോലെ ആയിട്ടുണ്ട്. ഒരു ഇസ്ലാമിക സംസ്കാരം വലത്തെ കൈക്ക് കുടിക്കലും തിന്നല. ഇത് ഉമ്മ പഠിപ്പിച്ചതാണ്. ഉമ്മ പഠിപ്പിക്കുന്ന അറിവ് അത് വല്ലാത്ത അറിവാ. അദ്ദിബുഹു, അദബ് പഠിപ്പിക്കണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മക്കൾക്ക് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്നേഹിക്കേണ്ട പ്രായത്തിൽ സ്നേഹിക്കണം. അവർക്ക് ആദ്യത്തെ 7 വയസ്സ് വരെ അവരുടെ കൂടെ നിന്ന് നമ്മൾ കളിക്കണം. കാരണം 7 വയസ്സ് വരെ നമ്മൾ 7 വയസ്സുകാരനാവണം. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്ത് അവരെ ശകാരിക്കണം. ചിലപ്പോൾ 10 വയസ്സ് കഴിഞ്ഞാൽ ഒന്ന് തല്ലേണ്ടി വരും, അപ്പോൾ തല്ലണം. 10 വയസ്സാണ്ടോ തല്ലിന്റെ പ്രായം പറഞ്ഞു. ഗൈർ മുബറഹായിരിക്കണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താവണം. ഇമാം ഗസാലിയെ പോലെയുള്ളവർ പറയുന്നുണ്ട് 14 to 21 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം പിടിച്ച പ്രായം. ആ സമയത്ത് അവൻ എല്ലാം തുറന്ന് ഉമ്മാടെ അടുത്ത് പറയണമെങ്കിൽ ഉമ്മ ആരാവണം? ഉമ്മ, ഞാനിന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞ വഴിയേ വളവങ്ങ എന്താ അതൊക്കെ പറയണ. എന്ത് ചെയ്യണം? 14 മുതൽക്ക് വീടിന്റെ അകത്ത് ഈ ഒരു ചുറ്റുപാട് വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖ്റ ഇബ്നു ഹാബിസിന്റെ മുന്നിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. അപ്പൊ അഖ്റ കണ്ടു, അത്ഭുതപ്പെട്ടു. ഇന്നലി അശറതൻ മിനൽ വലദി മാ ഖബ്ബൽതു മിൻഹും അഹദൻ യാ റസൂലല്ലാഹ്. നബിയെ, എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെയും ഇന്നവരെ ഞാൻ ചുംബിച്ചിട്ടില്ലെന്ന് അഖ്റ ഇബ്നു ഹാബിസ് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി മല്ലാ യർഹം ലാ യുർഹം. മക്കളോട് കരുണ ചെയ്യാത്തവന് അല്ലാഹു കരുണ ചെയ്യൂല. മക്കള് കുറച്ച് പ്രായമായി, കല്യാണമൊക്കെ കഴിഞ്ഞാൽ മരിമക്കള് വരുന്നുണ്ട്, അവരോടും ഈ സ്നേഹമാണ് വേണ്ടത്. ചില ഉമ്മമാർക്ക് ഇവിടെ ഒന്നുമില്ല, ചില നാടുകളിൽ 30 പവൻ കൊണ്ടുവന്ന മരുമോളോട് വേറൊരു സ്നേഹം, 50നോട് അതിനപ്പുറം സ്നേഹം, ഒന്നും കൊണ്ടുവരാത്തവരോട് സ്നേഹമേ ഇല്ല. കാരണം എന്താ? അപ്പുറം കൊടുത്തു കഴിഞ്ഞപ്പോ മൂന്നാമത്തേന് കൊടുക്കാൻ കിട്ടിയില്ല. പറ്റൂല. അള്ളാഹുവിന്റെ കോടതിയിൽ പിടിച്ചു നിർത്തും. ഇതിന്റെ പേരിൽ മക്കള് വാപ്പാനെയും ഉമ്മാനെയും തിരിപ്പ് കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, നിങ്ങൾ നീതി അള്ളാഹുവോട് ചോദിക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വാപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരു മോനെ അല്ലെങ്കിൽ മോളെ ഒന്ന് പ്രൊമോട്ട് ചെയ്തെന്ന് വെച്ചു, കൂടുതൽ കൊടുത്ത് നന്നാക്കാൻ വാപ്പായും ഉമ്മയും ശ്രമിച്ചു. അവന് പാവപ്പെട്ടവനല്ലേ, മറ്റോ ഗൾഫിൽ പോയി കാശൊക്കെ ആയില്ലേ. എന്നാലും വാഴക്കൊല വെട്ടുമ്പോ മുകളിലെ പടല കൊടുക്കുമ്പോ കറക്റ്റ് പകുതിയാക്കണം. മുകളിലെ തന്നെ 2 വീട്ടിലും ഒരുപോലെ. അങ്ങനെയുണ്ട്. എന്റെ മോൻ ഗൾഫിൽ പോയി ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ അവന്റെ വീട്ടിലെ മക്കൾക്ക് നോമ്പ് തുറക്കാൻ പോത്തിറച്ചിയും, എന്നാൽ നാട്ടിലുള്ള മോന്റെ അത്ര സമ്പന്നനൊന്നുമല്ല, മക്കൾക്ക് നോമ്പ് തുറക്കാൻ ആട്ടിറച്ചിയും ആയിട്ട് വല്യാപ്പ ആറ്റുവേര് വരുമ്പോ പറ്റൂല. 2 വീട്ടിലേക്ക് ആട്ടിറച്ചി തന്നെ വേണം. ഈ വാപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരു മോൻ അല്ലെങ്കിൽ മോൾ ഇത്തിരി താഴെയാണെന്ന് വെച്ചിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് ആ മക്കൾ ഒരിക്കലും ഗതി പിടിക്കൽ കാണൽ കുറവാണ്. എന്തുകൊണ്ട്? എവിടെയോ ഒരു പൊരുത്തക്കേട് വരുന്നുണ്ട്, നീതിയുടെ ഒരു കുറവ് വരുന്നുണ്ട്. അതെങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്യണം? മറ്റുള്ളവരെ ബോധിപ്പിച്ച് അവരുടെ സമ്മതത്തോടുകൂടെ അവരെ കൊണ്ട് ചെയ്യിക്കണം. എന്നാലാണ് ഈ വാപ്പായും ഉമ്മായും മരിച്ചു പോയാലും ആ കൂടപ്പിറപ്പുകൾക്കിടയിലെ ചെയ്തു കൊടുക്കൽ നിലനിൽക്കും. വാപ്പായും ഉമ്മായും നേരിട്ട് കൊടുക്കുന്ന പരിപാടി മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നിർത്തിക്കൊള്ളണം. 10-25 വയസ്സിന്റെ ഒരു ഉത്തരവാദിത്വമില്ലാതെ നടക്കുന്ന മക്കളുടെ ഫിത്ർ സക്കാത്ത് ആ വയസ്സായ വാപ്പ ഇപ്പൊ റമദാൻ കഴിയുമ്പോൾ കൊടുക്കും. എങ്ങനെ വീടുന്ന് അത് പറയണേ? വാപ്പാക്ക് നിർബന്ധമുണ്ട് ഇപ്പൊ അവന് കൊടുക്കാൻ? ഇല്ല. അത് എങ്ങനെ സ്വീകരിക്കുന്ന പറയുന്നത്? ഞാൻ പറയട്ടെ, ഈ മദ്രസയിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൽ ഒരു കുട്ടി നമ്മുടെ അയൽവക്കത്തുള്ളതാ, പ്രോഗ്രസ് കാർഡിന്റെ വാപ്പ ഒപ്പിടാൻ ഉമ്മ ഒപ്പിടാൻ വന്നില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോഴാണ് നമ്മളൊരു വാപ്പയാണ്, ഏതൊരു കുട്ടി പുറത്ത് നിൽക്കുന്നുണ്ട്, നമ്മളവിടെ പോയി ഒപ്പിടാൻ പറയാൻ സമ്മതിക്കുമോ? നമുക്ക് അതിനുള്ള അവകാശമില്ല.
നമുക്ക് അവകാശപ്പെട്ട് നമ്മൾ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ഫിത്ർ സക്കാത്ത് നമുക്ക് അവകാശമുള്ളൂ. അല്ലാതെ ഈ യോയോ ആയി നടക്കുന്ന പിള്ളേരുണ്ട്, ഈ മുടിയൊക്കെ അങ്ങനല്ല മോനെ പറയാ, ഈ മുടിയൊക്കെ വളർത്തി കാതൊക്കെ കുത്തി ഈ ഗ്രീസ് ഇട്ടിട്ട് വലിച്ചു കയറ്റിയ കയറാത്ത ഒരു ജാതി പാൻറ്റും പിന്നെ ഈ പല്ലിയുടെ വാല് കീറിയ മാതിരിയുള്ള ഷർട്ടും പെട്ടി ഓട്ടർഷയിൽ വൈക്കോല് കയറ്റിയ മാതിരിയുള്ള തലമുടി ഒക്കെ ആയിട്ട് നടക്കുന്ന അവന്മാരുടെ ഫിത്ർ സക്കാത്ത് വാപ്പ കൊടുക്കാനൊന്നും ഇസ്ലാമി പറഞ്ഞിട്ടില്ല. പോയി പണിക്ക് പോകാൻ പറയണം. റമദാൻ വരുന്നതിന് മുമ്പ് വല്ല കടയിലും കൊണ്ടുപോയി നിർത്തണം. ഫിത്ർ സക്കാത്തിന്റെ കാശാകുമ്പോൾ തിരിച്ചു വിളിക്കണം. ചെലവിന് ഞാൻ തന്നോളാം, ഫിത്ർ സക്കാത്ത് നീ കൊടുക്കണം, നിന്റെ നഫ്സിന്റെ നീ കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നിടത്ത് തിരുപ്പ് കാണിക്കാൻ പാടില്ല. അത് മരുമക്കളോടാണെങ്കിൽ പോലും. മരുമകൾ എന്ന് പറയുന്ന ഒരു ബന്ധം ഇസ്ലാമിൽ ഇല്ല, അത് മകള് തന്നെയാണ്. മരുമകൻ എന്നൊരു ബന്ധം ഇസ്ലാമിൽ ഇല്ല, അത് മകൻ തന്നെയാണ്. തൊലാക്ക് കഴിഞ്ഞാലും അമ്മായിമയെ തൊട്ടാൽ ഒതു മുറിയൂല മരുമകൻ. തൊലാക്ക് കഴിഞ്ഞാലും അമ്മാച്ചനെ തൊട്ടാൽ മരുമോള് തൊട്ടാൽ ഒതു മുറിയൂല. അത് മകൾ എങ്ങനെയോ അത് തന്നെയാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ മകൾക്കുള്ള എല്ലാ പ്രാധാന്യവും മരുമകൾക്കും ഉണ്ട് എന്നുള്ളതാ. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നിടത്ത്, മക്കളോട് ചെയ്തു കൊടുക്കുന്നിടത്ത് നമുക്ക് ഒരു കുറവും പാടില്ല. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് വാപ്പയും ഉമ്മയും കഴിഞ്ഞ് മക്കളിലേക്ക് കയറി, ഇനി കയറുന്നത് ഭർത്താക്കന്മാരോടാണ്. ഭർത്താക്കന്മാരോട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പറയുന്നു, ആരാണ് യഥാർത്ഥ മൂമിൻ? ആരാണ് യഥാർത്ഥ മുഅ്മിൻ? ഈമാൻ പൂർണ്ണമാകണോ? അഹ്സനുഹും ഖുലുഖാ വഖിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം. ഏറ്റവും നല്ലവൻ ആരാണെന്നറിയുമോ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് കാണാം. പെട്ടെന്ന് അവസാനിപ്പിക്കാട്ടോ ഇൻഷാ അല്ലാഹ്. ഒരു 10-15 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. 12 മണി ആയിക്കോട്ടെ. ഞാൻ നിർത്തണമെന്നാണോ തുടരണമെന്നാണോ? എന്നെ അങ്ങോട്ട് കൊല്ല് ഇൻഷാ അല്ലാഹ്. എന്നാ അങ്ങോട്ട് പോട്ടെ ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഏതായാലും വഞ്ചി മുങ്ങാൻ പോവാം, മുമ്മായും കൂടി കയറിക്കോന്ന് പറഞ്ഞോലെ. ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? ഭർത്താക്കന്മാരെ പറ്റി പറയാണ്. നിങ്ങളിലെ ഏറ്റവും നല്ലവർ ആരാണെന്നറിയുമോ? ഖിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം. പെണ്ണ് ബഹുമാനിക്കുന്നവനാവണം, ഭാര്യ ബഹുമാനിക്കുന്നവനാവണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാണുമ്പോൾ തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ പെണ്ണിന് തോന്നണം. പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പെണ്ണിന്റെ മുന്നിൽ ആണാകുന്നത് എപ്പോഴാ? ഭാര്യയുടെ മുന്നിൽ ഭർത്താവാകുന്നത് എപ്പോഴാ? ഭർത്താവ് പെണ്ണിന്റെ മുന്നിൽ ആണാവുന്നത് എപ്പോഴാണെന്നറിയുമ്പോ അവളെ അടിച്ചമർത്തുമ്പോഴല്ല, അവളുടെ ആദരവ് പിടിച്ചു പറ്റുമ്പോഴാ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വഖിയാറുഹും ഖിയാറുഹും ലിനിസാഇഹിം. സയ്യിദുനാ റസൂലുള്ളാഹി. പെണ്ണിനെ ഇങ്ങോട്ട് ആദരിക്കാൻ തോന്നണം. അതെങ്ങനെയാ? സുബൈ നിസ്കരിക്കൂല, അവിടെ ഒരു കിടപ്പ് തന്നെയാ. പിന്നെയോ യാതൊരുവിധ സത്യസന്ധതയും ജീവിതത്തിലില്ല. മൂപ്പര് ഈ കഴിഞ്ഞ കൊല്ലം വെള്ളം കയറിയ കപ്പക്കഴുങ്ങ് മാതിരി ഒരു ജീവിതം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു വഴക്ക് കൊള്ളില്ലാത്ത മനുഷ്യൻ. എങ്ങനെയാ പിന്നെ പെണ്ണുങ്ങള് ബഹുമാനിക്കാൻ? ഒന്ന് സഹകരിക്കേണ്ട മനുഷ്യന്മാരെ അവര് പെടാണ്. ഈ ഹിന്ദു പുരാണങ്ങളിലൊക്കെ ചില ദൈവങ്ങളെ കാണിക്കുമ്പോൾ 10 തലയും 15 തലകളൊക്കെ കാണിക്കാറുണ്ട്. അതുപോലെ ചില ദൈവങ്ങളെ കാണിക്കുമ്പോൾ 5-6 കൈയൊക്കെ കാണിക്കാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ജോലി എടുക്കണേ പെണ്ണുങ്ങൾ കാണുള്ളൂ. ഒരു വീട്ടില് കൊച്ചുമക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ചു വെച്ചോ. ഒരു വീട്ടിൽ കൊച്ചുമക്കൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഈ ഭാര്യ എത്ര ജോലികൾ ചെയ്യുന്നു. അതിന്റെ ഇടയിൽ രാവിലെ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം കിടന്ന് കരയണ്. അപ്പോ ഇപ്പൊ ബസ് വരാറായ ആ ടീമിനുള്ള ഭക്ഷണം പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കണ്. അപ്പോഴുണ്ട് വേറെന്തോന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ കൈ പോക്കുമ്പോ ഈ ചട്ടകം കക്ഷത്തിൽ വെച്ചിട്ട് വേണം ഞാൻ അങ്ങോട്ട് ഓടാൻ. അപ്പോഴുണ്ട് മുൻവശത്തിരുന്ന് രാവിലെ വന്ന പത്രം വായിക്കാണ് മൂപ്പരാര്. അപ്പൊ അതിന്റെ നടുവിലെ പേജ് അങ്ങോട്ട് പറന്നുപോയി. അപ്പൊ പുറത്ത് നിന്നിട്ടൊരു വിളിയുണ്ട്, ഫാത്തിമ. അപ്പൊ അതേ വരണു, ഒന്ന് വന്നേ. വന്ന് എന്തിനാന്നറിയാ? പോയി കിടക്കണ പത്രം എടുത്ത് ഇവിടെ കൊടുത്തിട്ട് വേണം നീ മൂപ്പർക്ക് വായിക്കാം. ഇതാണ് സഹകരണം. ഇതിനാണ് കുടുംബം എന്ന് പറയാ. ഇതിനാണ് കുടുംബം എന്ന് പറയാ. എന്റെ പ്രിയമുള്ളവരെ, സഹകരിച്ചേ പറ്റൂ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ ജീവിതത്തെ കൊണ്ടു നടന്നെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് ഭാര്യമാരെ ബഹുമാനിച്ചിരുന്നു.
ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ എണീറ്റ് നിന്ന് മുണ്ടൊക്കെ കഴിച്ച് അങ്ങനെയല്ല. മനുഷ്യൻ എന്ന ഒരു റെസ്പെക്ട് അവർക്ക് കൊടുത്തേ പറ്റൂ. മാ അക്രമൻ നിസാഅ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഭാര്യയെ ബഹുമാനിക്കുന്നവൻ, അങ്ങനെ ഒരു അധ്യാപനമുണ്ട്, ഭാര്യയെ ബഹുമാനിക്കുന്നവൻ സ്നേഹം മാത്രമല്ല അവരെ റെസ്പെക്ട് ചെയ്യണം. അവരുടെ കയ്യിലെ മുറിവ് നാം മാനിക്കണം. ഭാര്യയുടെ കയ്യിൽ പൊള്ളൽ, നിങ്ങൾ ഈ പാറമടയിൽ ഓടുന്ന ടിപ്പർ ലോറി കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ അവിടെ പാറമട കൂടുതലുണ്ട്, ക്വാറി. അതിൽ ഓടുന്ന ടിപ്പറിന്റെ ബാക്ക് ഭാഗത്തൊന്നും പെയിന്റ് നേരാവണ്ണം ഉണ്ടാവില്ല. എന്താ, അത് ഈ കരിങ്കല്ലെടുത്തിട്ടും ഇറക്കിയും അത് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ടാവും. അടുക്കളയിൽ പണിയെടുക്കണ ഇത്താമാരുടെ കയ്യിന്റെ നീണ്ടിരിക്കണ വിരലിൽ ഉള്ളി നന്നാക്കിയതിന്റെ പാടുണ്ടാവും. അതിങ്ങനെ കറുത്തിരിപ്പുണ്ടാവും. അങ്ങനെ ഉണ്ട്. അതുപോലെ ഒരു കറുത്തിരിക്കുന്ന ഒരു പാട് എന്തെങ്കിലും വെച്ച് സ്ഥിരം വെട്ടുന്ന പോലെ ഇറച്ചിക്കടയിലെ ആ പുളിമുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയാലാണ് കാണുന്നത്. ഇതിന്റെ ഇടയിൽ അവരുടെ കയ്യിൽ പൊള്ളലുണ്ടാവും, മുറിവുകൾ ഉണ്ടാവും. ആ കൈ പിന്നെ ആ വിരലെ തൂക്കണ സാധനം ഉണ്ടല്ലോ, മറ്റേ ക്യൂടെക്സാ, അതൊന്നും വേണ്ട അവർക്ക്. ഇതിനൊരു ചന്തമുണ്ടെന്ന് ഭർത്താവിന് മനസ്സിലാവണം. ഇതിനൊരു ചന്തമുണ്ടെന്ന് ഭർത്താവിന് മനസ്സിലാവണം. അങ്ങനെയുള്ളടത്ത് ആ കുടുംബജീവിതത്തിന്റെ സന്തോഷം. എൻ്റെ പൊന്നാര ഉസ്താദ് അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ? അങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്ത് ഈമാൻ എന്ന് പറയാം. പെണ്ണിനെ ബഹുമാനിക്കുന്നവൻ ഒരു മാന്യനായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനെ നിന്ദിക്കുന്നത് ഒരു നിന്ദനല്ലാതെ, ഒരു വൃത്തികെട്ടവനല്ലാതെ പെണ്ണിനെ നിന്ദിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം പറയാൻ നിന്റെ 13 രോമം പിരിച്ചു വെക്കാനുള്ള ഇടം നിന്റെ ഭാര്യയല്ല. പെണ്ണിന് വേണ്ടി മീശ പിരിക്കലല്ല, പെണ്ണിനോട് മീശ പിരിക്കലല്ല, പെണ്ണിന് വേണ്ടി മീശയുടെ ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന ഇറക്കം വെട്ടി നിർത്തണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പെണ്ണിന് വേണ്ടി നീ ഒരുങ്ങണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവൾ ഇഷ്ടപ്പെടുന്ന ഹെയർ സ്റ്റൈൽ നിനക്ക് വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ചില ആളുകളുണ്ട്, ആ 24 മണിക്കൂർ ആ പോക്കറ്റില്ലാത്ത ബനിയൻ മാത്രമേ ഇടുള്ളൂ. എന്നാൽ ഇത്താക്ക് ആഗ്രഹമുണ്ട് മൂപ്പര് ഒരു ലിനന്റെ ഷർട്ടൊക്കെ ഒന്ന് ഇടണമെന്ന്, ഒന്ന് നന്നായിട്ട് കല്യാണത്തിന് മുമ്പ് നല്ല ആ തലമുടിയൊക്കെ ഒന്ന്, ആ താടി മീശൊക്കെ ഒന്ന് മേടിച്ചു. മൂപ്പര് ജന്മം ചെയ്താൽ നന്നാവില്ല. നമ്മൾ ആ എന്നെ തല്ലണ്ടമാവും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ കിതാബ് ഓതിയ ആളാണ് ഈ മൂപ്പര. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ളവരാണ് നമ്മുടെ പെണ്ണുങ്ങൾ എന്നൊരു തോന്നൽ വേണ്ട. വാപ്പാക്ക് വിളി സാധാരണ വർത്താനാണ്. വാപ്പാക്ക് വിളി സാധാരണ വർത്തമാനമാണ്. വാപ്പാക്ക് വിളി അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഒരു വൃത്തികെട്ടവനല്ലാതെ അത് ചെയ്യൂല. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം വമിൻ സമ്മ കാന യഅ്തനി ബിഹിന്ന വയഹ്തമു ബിത്തഫഖുദി അഹ്വാലിഹിന്ന ഫകാന ഇദാ സല്ലൽ അസ്റ ദാറ അലാ നിസാഇഹി. അള്ളാന്റെ ഹബീബിന്റെ ജീവിതം കണ്ടോളൂ. ഒരേ സമയം 9 ഭാര്യമാരുടെ ഇടയിലൂടെ ജീവിച്ചത് വെറുതെയല്ല, അതൊരു പരീക്ഷണമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, കിടക്കാൻ നേരം കിടപ്പറയിൽ ഭാര്യയോട് അവസാനം പറയേണ്ടത്, നിനക്ക് ഞാൻ ചെയ്തു തരേണ്ട വല്ലതും ഇന്നത്തെ ദിവസം ചെയ്യാത്തതിൽ നിനക്ക് കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിനക്ക് കുറവ് അനുഭവപ്പെട്ടത് എനിക്ക് നീ പൊറുത്തു തരണമെന്ന് പറയൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. ഖാല റസൂലുള്ളാഹി. നേരെ തിരിച്ചുണ്ട്, അത് ഞാൻ അവിടെ വരുമ്പോ പറയാം. എങ്ങനെ ഇക്ക വരുമ്പോ സാധാരണ ചൂടുവെള്ളം ഉണ്ടാക്കി, വാ ഇന്ന് പറ്റിയില്ല കേട്ടോ, ഒന്നുമില്ല, അങ്ങനെ വർത്താനത്തിന് അപ്പുറത്തുനിന്ന് നബീസ് വന്നു, ആയിക്കോട്ടെ ക്ഷമിക്കണം കേട്ടോ, വേറെ എന്തെങ്കിലും ചോദിക്കാനായിരിക്കും. ഈ സോപ്പ് ഇന്നേതായാലും സോപ്പിടണ്ട, ഈ പൊരുത്തപ്പെടിക്കല് ഇന്നേതായാലും വേണ്ട, നോമ്പൊക്കെ കഴിഞ്ഞിട്ട് അടി ഓർക്ക് ഇത് തട്ടിപ്പാന്ന് നോക്കും. എന്തായാലും അതൊക്കെ പഠിച്ചു വെക്കണം, നല്ലതാ. പൊരുത്തപ്പെടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയാൻ ഒരു തലക്കനം പാടില്ല സഹോദരന്മാരെ. ഭാര്യമാരോട് സോറി പറയുന്നത്, എന്നാൽ സോറി പൂരപ്പാട്ടായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് എടുക്കാനും കൊള്ളില്ല. സോറി അങ്ങനെയല്ല. സോറി പറയുന്നത് ഏറ്റവും ലാസ്റ്റാണ്. ഒരു സോറി പറയുന്ന കെട്ടുണ്ടാവാൻ പാടില്ല. ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് ഫൈസിയായി ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആ ഏറ്റവും അവസാനത്തെ ക്ലാസ്, ബഹുമാന്യനായ അബ്ദുൽ ഖാദിർ ബാഖവി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദിന്റെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ഞങ്ങൾക്ക് ഉസ്താദിന്റെ ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ ഉസ്താദ് ഞങ്ങൾക്ക് പോരുന്നതിന്റെ ആ വണ്ടി കയറുന്നതിന് മുമ്പ് പറഞ്ഞു തന്നത്, മക്കളെ ലൈഫിൽ ഒരിടത്തും സോറി പറയേണ്ട കെട്ടുണ്ടാവരുത് കേട്ടോന്ന.
ഒരു മനുഷ്യൻ സോറി പറയുന്നത് കെട്ടുണ്ടാവാനേ പാടില്ല. എന്നാൽ ഭാര്യയോട് അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഭർത്താവ് പറയുന്നതിൽ മടിയും പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി അസ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭാര്യമാരുടെ അടുത്തേക്ക്, അതായത് ഒരു ഒഴിഞ്ഞ നേരം, ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലുമെന്നിട്ടോ ഫദ്ദനാ മിൻഹുന്ന, അവിടെ പോയി ഇരിക്കുന്നല്ല പറഞ്ഞത്, ഫദ്ദനാ മിൻഹുന്ന, അവരെവിടെ ഇരിക്കുന്നു അവിടെ പോയിരിക്കണം. ഭാര്യ പാത്രം കഴുക, ആ വർക്ക് ഏരിയയിൽ പാത്രം കഴുകണ സിങ്ങിന്റെ അവിടെ ഒരു സ്റ്റൂള് മേടിച്ചിട്ടോ 150 രൂപയുള്ളൂ, അവിടെ പോയിരുന്നോളണം. ആ വെള്ളം തെറിക്കാത്തോടത്ത് നീങ്ങിരുന്നോ, അവിടെ പോയിരുന്നോളണം എന്ന് പുണ്യ നബി. ഭാര്യ മീൻ വെട്ടുന്നുവെങ്കിൽ ഒരു പണിയില്ലാത്ത ഭർത്താവ് മുമ്പിൽ നോക്കിയിരിക്കുക, എന്തേ അവിടെ പോയിരുന്ന ആ മീൻ വെട്ടുമ്പോ സ്വാഭാവികമായിട്ടും കൊതുക് കടി അതിന്റെ കൂടെ ഉള്ളതാ. അങ്ങനെ ഉണ്ടല്ലോ. ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്താന്ന് അർത്ഥം അറിയില്ലാത്ത ഒരാളോട് പറഞ്ഞു കൊടുത്തു. സഹിഷ്ണുത എന്ന് പറഞ്ഞാ മീൻ വെട്ടുമ്പോ പുറത്ത് കൊതുക് കടിച്ചാൽ അങ്ങനെ ഇരിക്കുവോ, അതിനാ സഹിഷ്ണുത എന്ന് പറയാ. എന്താ ചെയ്യാൻ നേരത്തെ അപ്പൊ കടിക്കണ കൊതുകിന്റെ കടിയിലൊരു കുറവ് കിട്ടും, ഒരു ആശ്വാസം ആ പെണ്ണിന് കിട്ടും. നീ കുറച്ചേരം അവിടെ പോയിരിക്കും, നീ ഷർട്ട് ഇടാതെ പോയിരുന്നാ മതി. 2 കൊതുക് കൂടുതൽ, ഒരു സഹായം മീൻ വെട്ടി കൊടുക്കണ്ട. ഏതായാലും ഭാര്യ ഇരിക്കുന്നിടത്ത് അടുത്ത് പോയിരിക്കണം എന്നാണ്. എന്നിട്ടോ അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഇങ്ങോട്ട് അവര് പറയൂല, എന്നാലും നീ തികഞ്ഞ ചോദിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചോദിക്കണം, മോളെ എന്തേ വൈകിയ, നീ ഭക്ഷണം കഴിച്ചില്ലേ? കഴിച്ചല്ലോ. എപ്പോഴാ കഴിച്ചേ? 3 മണിയാ പറയും. എന്താ 3 മണിയാവണ്? അതാ 2 മണിക്ക് മുമ്പാണ് കഴിച്ചത്, 1-1.5 മണിക്കാണ് കഴിച്ചുകൂടെ? വെറുതെ ആണ് ചോദിക്കണം. അത് നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ ആ നേരത്തെ നടക്കൂല. അറിയാം, എന്നാലും അത് അങ്ങനെയാണ് ശീലിക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു അതവർക്ക് ഇഷ്ടമാണ്, അതൊരു സന്തോഷമാണ്. ഐഷാ ബീവിയുടെ വീട്ടിൽ ചെന്നാൽ ഐഷ റളിയല്ലാഹു അൻഹ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ റസൂലുള്ളാഹിക്ക് വേറെ പാത്രം വേണ്ട. ഐഷാ ബീവി കുടിച്ച അതേ പാത്രത്തിൽ നിന്നാണ് റസൂലുള്ളാഹി രണ്ടാമത് കുടിക്കാം. ആ സ്നേഹ ഫസ്റ്റ് രാത്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒരു ഗ്ലാസ്സിലാണ് എന്ത് ചെയ്യാറുള്ളൂ, ഞാൻ പറയണില്ല, പിള്ളേരിയ്ക്കാം. 2 ഗ്ലാസ്സിൽ കൊണ്ടുവരാറുണ്ടോ? ഇല്ല. സർബത്തായാലും കട്ടൻ ചായ ആയാലും പാലായാലും എന്തായാലും 1 ഗ്ലാസ്സിലേ കൊണ്ടുവരാറുള്ളൂ. ആ ഒരൊറ്റ ദിവസമുള്ളൂ. പിന്നെ 2 പാത്രമായ വീട്ടില്. ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കേണ്ടത്. ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്നാണ് കഴിക്കേണ്ടത്. ആയിഷ ബീവി കുടിച്ച പാത്രത്തിൽ ചുണ്ട് വെച്ചോടത്ത് തന്നെ റസൂലുള്ള ചുണ്ട് വെക്കുമായിരുന്നു. ഇനി കേട്ടോളൂ. ആയിഷ ബീവി കടിച്ച ഇറച്ചിയുള്ള എല്ലിന്റെ കഷ്ണം, അങ്ങനെയുണ്ട്. ആട്ടിറച്ചി കഴിക്കുമ്പോ എല്ലില് ഇറച്ചിയുള്ള ഭാഗം ആയിഷ ബീവി കടിച്ചത് റസൂൽ അങ്ങോട്ട് ചാടി വാങ്ങും. എന്നിട്ട് ആയിഷ ബീവി കടിച്ച ആ പീസിന്റെ ആ കടിച്ചോട് തന്നെ റസൂലുള്ളാഹി കടിക്കും. എന്നിട്ടോ ഈ രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ കാണിച്ചിരുന്നു. ഒരു കളിയും തമാശയും ചിരിയുമായി എപ്പോഴും ഒരു കുടുംബം, ഒരു ഇമ്പം കുടുംബം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം മുസ്ലിം ഇവിടുത്തെ സ്വഹീഹിൽ ഇത് രേഖപ്പെടുത്തുന്നു. വലമ്മാ അറാദ അൻ യഹ്മില സഫിയ ബിൻത് ഹുയൈൻ അലാ ബഈർ. റസൂലുള്ളാഹിയുടെ ഭാര്യമാരിൽ പൊക്കം കുറഞ്ഞ ഭാര്യയാണ് സഫിയ ബീവി റളിയല്ലാഹു അൻഹ. പൊക്കം കുറവാണ്. ഒരിക്കൽ മഹദി അവർക്ക് ഒരു കഴുതയുടെ മുകളിൽ കയറാൻ പറ്റണില്ല. കഴുതപ്പുറത്തേക്ക് കയറി പൊക്കോലാത്തോണ്ട് പറ്റണില്ല. കോവണി കിട്ടിയില്ല, കസേര കിട്ടിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് അവിടെ അങ്ങ് ഇരുന്നു, കയ്യ് കുത്തിയിരുന്നിട്ട് കാലിന്റെ തുട വെച്ചു കൊടുത്തു. എന്നിട്ട് ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട കാൽപാദത്തില് സഫിയോട് പറഞ്ഞു, ചവിട്ടുമോളെ. അവിടെ ചവിട്ടിയിട്ടാണ് സഫിയ റളിയല്ലാഹു അൻഹ കഴുതയുടെ മുകളിൽ കയറിയത്. അങ്ങനെ ആ കഴുതപ്പുറത്ത് സഫിയ ബീവി കയറിയത്. ഇമാം അബ്ദുറഊഫിൽ മനാവി റഹ്മത്തുള്ളാഹി അലൈഹി ഫൈദുൽ ഖദീറിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാം. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലും കാണാം. ഖുർആൻ പറഞ്ഞത് മാന്യമായി പെരുമാറണം. എന്തുട്ട മാന്യത? പുറത്തുള്ള ആളുകളോട് നീ കാണിക്കുന്ന മാന്യത കുടുംബത്തിന്റെ അകത്ത് വേണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ നല്ലവനാണെന്ന് പറയണമെങ്കിൽ അത് ഭാര്യ പറയണം നല്ലവനാണെന്ന്. അങ്ങേര് നല്ലവനാണെന്ന് പറയാൻ ഭാര്യ പറയണം. അദ്ദേഹം നല്ലവനാണെന്ന് ഭാര്യ പറയണം. എപ്പോഴാ അവൻ നല്ലവനാവാം?
وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. ഒരു സിസ്റ്റം ഉണ്ട് ഈ ലോകത്ത്. ഒരു ഭാര്യയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയെ ഒരാൾ ഒരു സ്വഭാവത്തിൽ ഇഷ്ടക്കുറവുണ്ട് എങ്കിൽ മറ്റൊരു സ്വഭാവത്തിൽ അല്ലാഹു അത് പരിഹരിക്കുമെന്ന് ഖുർആനാണോ? ഒരു കാര്യത്തിൽ അവളുടെ ഒരു കാര്യത്തിൽ ഒരു സ്വഭാവത്തിൽ നിനക്കൊരു താല്പര്യക്കുറവുണ്ട്, നിനക്കൊരു ഇഷ്ടക്കുറവുണ്ട്, മറ്റൊരു കാര്യം കൊണ്ട് അല്ലാഹു അവളിൽ അത് നിനക്ക് പരിഹരിക്കുന്നുണ്ട്. ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ചില പെണ്ണുങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന പെണ്ണുങ്ങളുണ്ടാവും. ഭർത്താവിന് പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടാവും. അപ്പോ പാട്ട് പാടി കൊടുത്തില്ലെങ്കിൽ റിമി ടോമിയുടെ പാട്ട് കേൾക്കാൻ മൂപ്പര് പോയാ അതിന്റെ ഉത്തരവാദിത്വം ഭാര്യയുടെ തലയിലായിരിക്കും. അതുകൊണ്ട് പാട്ട് പാടാൻ കഴിവുള്ളവർ പാട്ട് പാടി കൊടുക്കേണ്ടവരും, പടം വരയ്ക്കാൻ കഴിവുള്ളവർ പടം വരച്ച് കാണിക്കുന്ന ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ ചെയ്തു കൊടുക്കേണ്ടവരും, അഭിപ്രായങ്ങൾ പറയാൻ കഴിവുള്ള ഭാര്യമാർ അഭിപ്രായം പറഞ്ഞു കൊടുക്കേണ്ടവരും, സംസാരിക്കാൻ താല്പര്യമുള്ള ഭാര്യക്ക് ഭർത്താവ് സംസാരിച്ചു കൊടുത്തില്ലെങ്കിൽ റോങ് നമ്പറുകൾ കയറി വരും. അള്ളാഹു കാക്കട്ടെ. ഇതൊക്കെ ലോകത്ത് നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്ന സാധനങ്ങളാണ്. എന്നാൽ ഒരാൾ പറഞ്ഞു ഗൂഗിളിൽ എല്ലാം കിട്ടും ഉസ്താദേ. അപ്പൊ ഞാൻ ചോദിച്ചാൽ എല്ലാം കിട്ടുമോ? വാപ്പാനും ഉമ്മാനും വെച്ച് ബാക്കി എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. വാപ്പാനും ഉമ്മാനും വെച്ച് ബാക്കി എല്ലാം ഗൂഗിളിൽ കിട്ടുന്ന എല്ലാം കിട്ടും മനുഷ്യന്മാർക്ക്. അപ്പോ ഭാര്യക്ക് കേട്ടിരിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഭർത്താവെ നീ പറഞ്ഞു കൊടുക്കണം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ഭാര്യയോട് വർത്താനം പറയുമ്പോൾ എഴുതി വായിക്കുന്ന പോലെ പറയണേ. എഴുതി വായിക്കുന്ന പോലെ ഭർത്താവ് പറയണം. വഹസ്സിനൂ അഫ്ആലക്കും, അവൾ കാണാത്തപ്പോൾ അവൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവൾ കാണുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണേ. വഹസ്സിനൂ അഫ്ആലക്കും, അവൾ കാണാത്തപ്പോ അവൾ കാണുമ്പോ എങ്ങനെയാണോ നിനക്കുള്ള സ്നേഹം അവളെ ഒരു ബോധിപ്പിക്കലുണ്ടോ ഉണ്ടല്ലോ, അത് അവൾ കാണാത്തപ്പോഴും അത് വേണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ നിന്റെ വഴക്കുകൾ പറയേണ്ടി വരുമ്പോൾ അവരുടെ ശക്തി അനുസരിച്ച് മാത്രമേ പറയാവൂ. അവൾ പെട്ടെന്ന് കരയുന്നവളാണ് എങ്കിൽ നീ കുറച്ചേ പറയാവൂ. സയ്യിദുനാ റസൂലുള്ളാഹി. കൊടുത്തു ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടോ. 12 മണി. അവളുടെ മുന്നിൽ വഴക്ക് പറയുമ്പോൾ അവളുടെ കഴിവനുസരിച്ചേ പറയാവൂ. കേട്ടോളൂ ഹബീബായ നബിതങ്ങൾ, അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും ഭാര്യമാരുടെ മുന്നിൽ ദേഷ്യപ്പെടാതെ പിടിച്ചു നിൽക്കുന്ന ആളാ. സന്തോഷമുള്ള സമയങ്ങൾ പരമാവധി നിലനിർത്താൻ ഭാര്യയുടെ മുന്നിൽ റസൂലുള്ളാഹി നിലനിർത്തിയിട്ടുണ്ട്. സന്തോഷം മാത്രമുള്ള സമയങ്ങൾ രണ്ടുണ്ടാവും. എന്നാൽ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യാ? പുറത്തേക്ക് ഇറങ്ങിപ്പോക്കും. ദേഷ്യമുള്ള സമയം വീട്ടിലിരിക്കരുത്. ദേഷ്യമുള്ള സമയം പുറത്തേക്ക് ഇറങ്ങിപ്പോക്കോ. സന്തോഷമുള്ള സമയങ്ങളിൽ മാത്രം ഭാര്യമാരുടെ മുന്നിലിരിക്കാൻ റസൂലുള്ളാഹി തീരുമാനിച്ചു. അങ്ങനെ ചില ആണുങ്ങൾ വീട്ടിൽ കയറലുണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. ദേഷ്യമുള്ള സമയങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഭാര്യമാരുടെ മുന്നിലിരിക്കാറില്ല. കാരണം എന്താ? ഈ ദേഷ്യം കയറി ഇരിക്കുമ്പോഴേക്ക് ഈ പാത്രം തല്ലലും അതും ഇതും ചിലപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ കൂടിട്ട് കരകരാന്ന് കേൾപ്പിക്കലും ഒക്കെ കൂടിയാവുമ്പോൾ വാട്സാപ്പിൽ അർജന്റായിട്ടൊരു വോയിസ് ഇടാൻ നേരത്തായിരിക്കും ഇവിടെ സ്റ്റീൽ പാത്രം താഴ്ത്തേക്ക് കയറുന്ന സൗണ്ട്, അത് ഇതൊക്കെ ആയിട്ട് ദേഷ്യം വരാൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കോ. ഒരിക്കലും ദേഷ്യം വരുമ്പോൾ റസൂലുള്ളാഹി വീട്ടിലിരുന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ജമീലുൽ ഇശ്റാ ദാഇമുൽ ബിശ്ർ, വീട്ടിലെപ്പോഴും സന്തോഷം നിലനിർത്തിക്കൊണ്ടിരുന്നു. യുദാഇബു അഖ്ലഹു, വീട്ടുകാരിയോട് കുടുംബിനിയോട് തമാശ പറയുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. വയതലത്തഫു ബിഹിം, അവരോട് അലിവ് കാണിക്കും. അതായത് വെള്ളം കോരിക്കൊണ്ടുവരണം, ചുമന്നുകൊണ്ടുവരണം. ഭാര്യനെ ഏൽപ്പിക്കരുത്. ബറാഅത്ത് രാവിന്റെ പിറ്റേന്നാണ് അധിക സഹോദരിമാരും പാരസെറ്റമോൾ ഗുളിക കഴിച്ചിട്ടുള്ളത്. ബറാഅത്ത് രാവിന്റെ പിറ്റേന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ബറാഅത്തിന്റെ പേരിൽ ഒരു കഴുകലുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് ശഅബാൻ മാസം വന്നാൽ തഹീറു അൻഫുസക്കും, നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ കഴുകി വൃത്തിയാക്കണമെന്ന് ഇമാം ഗസാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുക്കാശഫേരുണ്ട്. ബറാഅത്ത് രാവിന്റെ പിറ്റേന്നാണ് പെണ്ണുങ്ങൾ നീർക്കെട്ടിന്റെ ഗുളിക കൂടുതൽ കഴിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തുകൊണ്ടാ? ഈ ഡെസ്കും ബെഞ്ചും വീടും ആത് കഴുകലും തുടയ്ക്കലും വൃത്തിയാക്കലും
ഒക്കെ ആയിട്ട് ആ പാവങ്ങൾ ഇടങ്ങേറായപ്പോ മൂപ്പരാണ് അവിടെ ഫേസ്ബുക്കിൽ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് ഇതൊന്നും ബാധകമല്ല. മൂപ്പരിങ്ങനെ ആലിമൂപ്പന്റെ ആളായിട്ട് കാലുമോ കാലം കയറ്റി വെച്ച് ഇങ്ങനെ ഇരിപ്പന്നെ. മൂപ്പര് കൂടിയിട്ടില്ല. എന്നാൽ കൂടിയവരുണ്ടാവും കേട്ടോ, ഒരു പക്ഷേ. ഞങ്ങളുടെ നാട്ടിലൊന്നും കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അവിടെ സ്ക്വയർ ഫീറ്റിന് ആളുകൾ കഴുകാൻ ആളുകളെ വാടകയ്ക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഉണ്ടോ? ബറാത്ത് രാവ് കഴുകാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഫീറ്റ്, വീടിന്റെ സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ അതിന് പൈസ വെച്ചിട്ട് ആള് കഴുകാൻ വരും വീട്ടില്. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും കഴുകലും തുടക്കലൊക്കെ ഇത്തിരി കൂടുതലായതുകൊണ്ട് ബറാത്തിന് പ്രത്യേകം ഒരു കഷ്ടപ്പെടേണ്ട വന്നിട്ടില്ല. അപ്പോ സ്ത്രീകളെ വീട്ടുവേലയിൽ സഹായിക്കണം. പെണ്ണുങ്ങൾക്ക് കഴിക്കാനുള്ളതിൽ അള്ളാന്റെ ഹബീബ് വിശാലത ചെയ്യും. ഇടക്കൊരു കുഴിമന്തി കഴിക്കാനുള്ളതിൽ ഇടക്കൊരു ബീഫ് ബിരിയാണി വാങ്ങിക്കൊടുക്കാവുന്നതാണ്. പെണ്ണുങ്ങൾ ചിരിക്കുന്ന അവരുടെ വളരെ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തമാശകൾ ഉണ്ടാവും. അവിടെ റസൂൽ ഒന്ന് ചിരിച്ചു കൊടുക്കുമായിരുന്നു. ചിരി വന്നിട്ടൊന്നുമല്ല, എന്തേ ചുമ്മാ ഒന്ന് അലമ്പാക്കി കളയരുത്. കക്കാന്ന് ചിരിച്ചാൽ ചിലപ്പോ ചട്ടകത്തിന് കുത്തിക്കളയും. അതുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് അവരുടെ തമാശക്ക് ഇത്തിരി നിലവാരം കുറവായിരിക്കും. അവർക്ക് അതല്ലേ അറിയുള്ളൂ. അവർക്കിപ്പോ ആണവ കരാറും അതുപോലെ തന്നെ 2024 ഇലക്ഷനൊന്നും അവർക്കിപ്പോ ചിന്തയില്ല. അവർക്കിപ്പോ കോഴിയുടെ പുറകെ പൂച്ച ഓടിയതോ അല്ലെങ്കിൽ അങ്ങനെ നിസ്സാരമായ കാര്യങ്ങളൊന്ന് ചിരിച്ചു കൊടുത്തേക്കണം അവരുടെ കൂടെ. അവര് തമാശ പറയുമ്പോ ചിരി വന്നില്ലെങ്കിലും ഒന്ന് ചിരിച്ചു കൊടുത്തേക്കണം, ചിരിച്ചു കൊടുത്തേക്കണം. അവരുടെ മഹത്വം അറിയണേ. അള്ളാന്റെ ഹബീബ് പറഞ്ഞു 10 വിഭാഗത്തിന്റെ ദുആ അല്ലാഹു വേഗം തന്നെ ഉത്തരം ചെയ്യും. ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ വലിയ, രണ്ടാമത്തേത് മുത്തഅല്ലിമ, മൂന്നാമത്തേത് സൽസ്വഭാവിയ, നാലാമത്തേത് മാരക രോഗമുള്ളവൻ ആഖിറം ചിന്തിച്ച് നടക്കുന്ന കാലമാ, അഞ്ചാമത്തേത് യതീമ, ആറാമത്തേത് അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാ, ഏഴാമത്തേത് ഹജ്ജ് കബൂലായവരാ, എട്ടാമത്തേത് മുസ്ലിമീങ്ങൾക്ക് ആത്മാർത്ഥമായി വഅ്ള് പറയുന്നവരാ, ഒൻപതാമത്തേത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരാ, പത്താമത്തേത് നല്ല ഭാര്യ. ഖാല റസൂലുള്ളാഹി സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുവേലയിൽ സഹായിച്ചു, കുടുംബത്തിൽ സഹായിച്ചു, നല്ല ഭർത്താവായി. അവരുടെ മഹത്വത്തിൽ നബി തങ്ങളുടെ ജീവിതം ധാരാളം പങ്കാളിത്തം അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്തായത് എവിടെ കിടന്ന അത് മാത്രം ആലോചിച്ചാൽ മതി. റസൂലുള്ളാഹി വഫാത്തായത് തൊട്ടടുത്ത് സ്വർഗ്ഗമുണ്ട്. എവിടെ? മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അവിടുത്തെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗത്തിന്റെ തോട്ടമാ. അതൊരു ഭാഗം ഉണ്ടല്ലോ മദീനത്തെ പള്ളിയില്. അവിടെ കിടന്ന് മരിക്കാമായിരുന്നു. എന്നിട്ടും റസൂലുള്ളാഹി അങ്ങോട്ട് പോയില്ല. അവിടെ കിടന്നല്ല മരിച്ചത്, അവിടുന്ന് കണ്ട സ്വർഗം ആയിഷ ബീവിയുടെ മടിത്തട്ട് എന്ന സ്വർഗമാ. തൊട്ടടുത്ത് സ്വർഗമുണ്ടായിട്ടും ലോകത്തിന്റെ നേതാവ് മരിക്കാൻ ഇഷ്ടപ്പെട്ടത് ഭാര്യയുടെ മടിത്തട്ടിലാ. അവസാനം അവിടുത്തെ ശരീരത്തിന്റെ അകത്തേക്ക് ചെന്നത് ഭാര്യയുടെ ഉമിനീരാണ്. റസൂലുള്ളാഹിയുടെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ആറാക്ക് നനയ്ക്കാനുള്ള കഴിവ് അവിടുത്തെ ചുണ്ടുകൾക്കോ പല്ലുകൾക്ക് കടിക്കാനുള്ള ശക്തിയോ ഇല്ല, കുഴഞ്ഞു പോവാ. റസൂലുള്ളാഹിയുടെ ഉമിനീര് ഐഷ റളിയല്ലാഹു അൻഹ അറാക്ക് ചവച്ച് മയപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹിയുടെ വായിൽ വെച്ചു കൊടുത്ത് ഉരുമി കൊടുത്തു. ആ മടിത്തട്ടിലേക്ക് ചാരിക്കിടന്ന അവിടുന്ന് വഫാത്തിലേക്ക് എത്തിയത്. അനസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് ചോദിച്ചല്ലോ 7 or 8 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് സമർക്കന്ദി രേഖപ്പെടുത്തുന്നു. അതിലൊരു ചോദ്യമാണ് ഖുൽതു യാ റസൂലല്ലാഹ് അൽ ജുലൂസ് മഅൽ അയാൽ അഹബ്ബു ഇലൈക മിൽ ജുലൂസ് ഫിൽ മസ്ജിദ്. റമദാൻ മാസമല്ലേ നബിയെ, ഇഅ്തികാഫിന് വേണ്ടിയിട്ട് ഒരാൾ പള്ളിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന കൂലിയാണോ, ഭാര്യയുടെ കൂടെ ഇരുന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് ഒരാൾ ആ സമയത്തെ മാറ്റിവെക്കുന്ന കൂലിയാണോ ഏറ്റവും വലിയ കൂലി എന്ന് സയ്യിദുനാ അനസ് റളിയല്ലാഹു. പള്ളിയിൽ ഇഅ്തികാഫിന് പോയാൽ കിട്ടുന്ന കൂലിയാണോ ഭാര്യയുടെ കൂടെ ഇരുന്ന്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ, സാധാരണ ഒരു പള്ളിയിൽ ഇഅ്തികാഫിന് പോകുന്നതല്ല ഞാൻ പറയുന്നത്. അൽ ജുലൂസ് സഅതൻ ഇൻദൽ അയാൽ, ഭാര്യയുടെ കൂടെ 1 മണിക്കൂർ ഇരിക്കുന്നു, അവൾക്ക് സന്തോഷം കിട്ടുമെങ്കിൽ. അഹബ്ബു ഇലയ്യ മിനൽ ഇഅ്തികാഫി ഫീ മസ്ജിദി ഹാദാ, മസ്ജിദുൻ നബവിയിലെ എവിടെ ഇഅ്തികാഫ് ഇരുന്നാലും കിട്ടുന്ന, എവിടെ ഇഅ്തികാഫ് ഇരിക്കാം. അത് നേരത്തെ പറഞ്ഞ സ്വർഗം മസ്ജിദുൻ നബവിയില. അവിടെ പോലും ഇഅ്തികാഫ് ഇരുന്നാൽ കിട്ടുന്ന കൂലിയല്ല, ഭാര്യയുടെ കൂടെ 1 മണിക്കൂർ അവൾക്ക് സന്തോഷം കിട്ടുന്ന
ഒരാത്മനിർവൃതിയുടെ ഒരു കൂട്ടിരിപ്പ്, കാത്തിരിപ്പ്. അങ്ങനെയുണ്ട്. മിക്കവാറും വീട്ടിലെ ബാത്റൂം പെണ്ണുങ്ങൾ പോണത് പുറത്തെ ബാത്റൂമിലായിരിക്കും. ഒരു 9:45 കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് പോകാൻ പേടിയുണ്ടാവും. ഒന്ന് കൂട്ടിനോരോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണാൻ മൂപ്പരാൻ ഈ ചീഞ്ചട്ടിയിലേക്ക് കടുക് പൊട്ടിക്കണ മാതിരി ഒരൊറ്റ പൊട്ടി തരുന്നത്. നിങ്ങൾക്ക് ഇത് നേരത്തെ ആകുമ്പോൾ മൂത്രം ഒഴിക്കല, അത് കിടക്കാൻ നേരത്തെ അല്ലേ, ഈ നേരത്തെ ആവണെങ്ങനെ? ആ കൂട്ടിരിക്കലിന് പോലും എന്തോ ഒരു സ്ഥാനമാണ് മസ്ജിദുൻ നബവിയിലെ ഇഅ്തികാഫ്. ആ ഇഅ്തികാഫിനേക്കാളും ഭാര്യയുടെ കൂടെ സന്തോഷം തരുന്ന, അവൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു ഇരുപ്പിന് ഞാൻ പ്രാധാന്യം നൽകുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ, ഞാൻ അവസാനിപ്പിക്കട്ടോ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ എനിക്ക് ആസ്വദിച്ച് മതിയാവാത്ത 3 കാര്യമുണ്ട്. ഒന്ന്, ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്. 1 സുഗന്ധം, 2 നിസ്കാരത്തിന്റെ ലഹരി, നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലഹരി, 3-മത്തേത് എൻ്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് ഞാൻ വർത്തമാനം പറയലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കണം, സംസാരിക്കണം, സംസാരിച്ചേ പറ്റൂ. ബെഡ്റൂമിൽ പോലും 2 രീതിയിലാ ആളുകൾ ജീവിക്കുന്നത്. ചില വാട്സാപ്പ് മെസ്സേജ് നമ്മൾ ശ്രദ്ധിക്കൽ തന്നെയല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ ഒരിക്കൽ മെസ്സേജ് അയച്ചു, എന്ത്, വരുമ്പോ ഉള്ളി വാങ്ങണം, ചുവന്നുള്ളി 1/2 കിലോ, സവാള 2 കിലോ, പഞ്ചസാര 2, വെളിച്ചെണ്ണ 1. ഇതൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത സഹോദരി ഇങ്ങനെ വിട്ടിരിക്കാം. ഈ മൂപ്പലാൻ കണ്ടു എന്ന ഒരു അടയാളോ ഇതിലില്ല, ബ്ലൂടിക്ക് ഓഫ് ആക്കിയിട്ടേക്കാം. അപ്പൊ ഇത് വലിയ അടങ്ങാറ, ഇത് കണ്ടാലല്ലേ ഇപ്പൊ ഇത് സമാധാനമായിട്ട് കൊണ്ടുവരില്ലെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അപ്പൊ പുള്ളിക്കാരത്തെ അതിൻ്റെ അടിയിൽ എഴുതി, ഷഹാന നിങ്ങളോടൊരു ഹായ് പറഞ്ഞു എന്നത് ഏറ്റവും അടിയിലും കൂടി അവിടെ എഴുതി. ഉടനെ തന്നെ ഭർത്താവ് ഇങ്ങോട്ട് വാട്സാപ്പിൽ, ആരാടി ഷഹാന? അല്ല, ഈ പഞ്ചസാരയും തേയിലയും സവാളയൊക്കെ വാങ്ങാൻ പറഞ്ഞ് നിങ്ങൾ കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ ആരുമല്ല ഷഹാന എന്ന് പറഞ്ഞ പോലെ ചില മെസ്സേജ് വരുമ്പോൾ അത് വീട്ടിൽ നിന്നുള്ളത് പ്രത്യേകം അറിയാൻ സ്പെഷ്യൽ ട്യൂണ. ഭർത്താവിൻ്റെ ഫോണിൽ രാത്രി 1 മണിക്കാണ് മെസ്സേജ് വന്നത്. വാട്സാപ്പ് എടുത്ത് നോക്കി, എന്തുട്ടപ്പോൾ ഈ മെസ്സേജ് എന്നറിയാൻ വേണ്ടി. അപ്പോഴുണ്ട്, ഭാര്യയാണ്, ഇത്തിരി നീങ്ങിക്കിടക്കും മനുഷ്യ, ചൂടെടുത്തിട്ട് പാടില്ല. വാട്സാപ്പിൽ വന്ന മെസ്സേജാണ്. കമ്മ്യൂണിക്കേഷൻ അവിടെ വരെ എത്തിയിട്ടുണ്ട്. കുടുംബജീവിതം 2 മൊബൈൽ, 1 കട്ടിൽ 2 മൊബൈൽ, ആ അവസ്ഥയിലേക്ക് എത്തി. ഭർത്താവിന് ഭാര്യയുടെ ഫോണിൻ്റെ ലോക്ക് ഏതാണെന്ന് അറിയില്ല, നേരെ തിരിച്ചും അറിയില്ല. അങ്ങനെ ഉണ്ടോ ഒരു ജീവിതം? ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മുടെ മൊബൈലിൽ ലോക്ക് വെക്കലുണ്ട്. കാരണം ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മൊബൈലിൽ ലോക്ക് വേണം. അത് ഭാര്യക്ക് വീടിന്റെ താക്കോൽ എവിടെയാണെന്നറിയാം, ഭർത്താവിനറിയാം. 2 ആളും 1 താക്കോലാണ് ഒരു വീടിന് ഉപയോഗിക്കുന്നത്, 1 ബെഡ്റൂമാണ് ഉപയോഗിക്കുന്നത്, 1 പാത്രമായിരിക്കും ഒരു പക്ഷെ ഉപയോഗിക്കുന്നത്. മൊബൈൽ വന്നപ്പോ ഏതൊരു മനുഷ്യനും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് മൊബൈൽ കൂടെ ഉള്ളപ്പോഴാണ്, അല്ലാതെ ഭാര്യയും ഭർത്താവും തനിച്ച് മാറിയിരിക്കാൻ എനിക്ക് തോന്നല്ല കേട്ടോ. ഞാൻ 2024 ഇത് പറയുന്നത് എന്ന ബോധം എനിക്കുണ്ട്. അതിനനുസരിച്ചുള്ളത് ഞാൻ പറയുന്നുള്ളൂ. പഴയ കാലത്തൊന്നും ഇത് ഒരുപക്ഷെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. എൻ്റെ വീട്ടിൽ വല്യമ്മ മരണപ്പെട്ട, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. വല്യപ്പ പുറത്തുനിന്ന് വരുമ്പോൾ, ഇപ്പൊ 94 വയസ്സിന്റെ അടുത്തുണ്ട്, പുറത്തുനിന്ന് പോയി വരുമ്പോൾ വല്യപ്പ ആദ്യം ചോദിക്കാൻ തന്നറിയോ, ഉമ്മ എന്തേന്ന് ചോദിക്കും. ഉമ്മനെ കാണണം ആദ്യം. അങ്ങനെ ഉണ്ടല്ലോ, പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. നമ്മൾ അവരുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം, അതിനു പോലും സദഖയുടെ കൂലി. ഹബീബായ നബി തങ്ങൾ സദസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഭാര്യക്ക് ഭർത്താവ് കുടിക്കാൻ വെള്ളം എടുത്തു കൊടുക്കുന്നു, അതിന്റെ പേരിൽ ഭർത്താവിന് സദഖയുടെ കൂലി. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്. മഹാനായ ഇർബാദ് ബിൻ സാരിയ എന്ന സ്വഹാബി എഴുന്നേറ്റോ ഓടി വീട്ടിലേക്ക്. അപ്പൊ ഭാര്യ ഉണ്ട്, വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പോയി വെള്ളം കൊടുത്തു. എന്തേ? കുടിക്കുമോളെ? കുടിക്കുന്നേ? കുടിച്ചു. എന്തിനപ്പോ എനിക്ക് ആവശ്യമില്ലാതെ വെള്ളമൊക്കെ തന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, ഭാര്യക്ക് ഭർത്താവ് വെള്ളം കുടിക്കാൻ കൊടുത്ത ഭർത്താവിന് സദഖയുടെ കൂലിയുണ്ടെന്ന്, അത് കിട്ടാൻ വേണ്ടി എന്ന് മഹാനായ സ്വഹാബി ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു. ചോറിന്ന് നെഞ്ചി തട്ടി അയലയുടെ വലിയ മുള്ളു തൊണ്ടയിലും കുടുങ്ങി. ഇത്തിരി വെള്ളം ഇല്ല, ഇത്തിരി വെള്ളം എടുത്തു കൊടുക്കുക, അത് കൂലിയുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് 2 മനുഷ്യന്മാരുടെ ആദ്യം വന്ന ബന്ധം ഏതാ? വാപ്പായി മോന, ഉമ്മായി മോള? ലോകത്ത് 2 മനുഷ്യന്മാരെ പടച്ചിട്ട് അല്ലാഹു ആദ്യം കൊടുത്ത ബന്ധം ഏതാ? ഭാര്യയും ഭർത്താവാണ്. ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാലും ദ്വാരക്കണത് എന്താ? ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാലും ദ്വാരക്കണത് വസൗജത ഖൈറൻ മിൻ സൗജിഹി. ദുനിയാവിൽ എന്റെ കൂടെ ജീവിച്ച എന്റെ ഭാര്യയെ സ്വർഗത്തിലും എന്റെ ഭാര്യയായി കിട്ടണേ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
സഹോദരിമാരെ, ഇവിടെ ആരും ആമീൻ പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് കണ്ണടച്ചിട്ട് വേണം ഉസ്താദ് അവിടെ പോയി ഒന്ന് ഉറങ്ങാൻ എന്നാണ് സഹോദരന്മാർ ചിന്തിക്കുന്നത്. ഇതാ അറത്തിൽ ലുഹൂഖബി, എന്റെ കൂടെയാണോ നീ സ്വർഗത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പുണ്യ നബി ആയിഷബിയോട് ചോദിക്കുമായിരുന്നു. തുർമുദി, എന്റെ കൂടെ ലുഹൂഖ്, എന്റെ കൂടെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്റെ കൂടെ നടക്കുന്ന പോലെ, എന്റെ ഡ്രൈവർ എന്റെ കൂടെ നടക്കുന്ന പോലെ, എന്റെ കൂടെ എന്റെ PA നടക്കുന്ന പോലെ, എന്റെ കൂടെ ഇതാ അറത്തിൽ ലുഹൂഖബി, സ്വർഗത്തിലെ എന്റെ PA നീ ആവണമെന്ന് നിനക്ക് ഇഷ്ടമുണ്ട് ആയിഷ? ഉവ്വ നബിയെ. എന്നാൽ യാത്രക്കാരൻ കൊണ്ടുപോകുന്ന ഭക്ഷണം പോലെ ആവണം നിന്റെ ദുനിയാവിന്റെ ആസ്വാദനം എന്ന് പുണ്യ നബി. എന്റെ കൂടെ കൂടെ വേണം ആയിഷ. അതാണ് റസൂലുള്ളാഹി സ്വർഗത്തിൽ പോലും ആഗ്രഹിച്ചത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഭാര്യയ്ക്ക് കുടിക്കാൻ കൊടുത്താൽ, അവരെ അടുക്കളയിൽ സഹായിച്ചാൽ, യസ്നഉ ഫീ ബൈതിഹി, അള്ളാന്റെ ഹബീബ് വീട്ടുജോലി ചെയ്തു കൊടുക്കുമായിരുന്നു. ഖാലത്ത് ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, കുടുംബത്തിന് അടുക്കള ജോലിയിൽ സഹായിക്കുമായിരുന്നു. അവിടുന്ന് ചെരുപ്പ് തുന്നി കൊടുക്കുമായിരുന്നു, വസ്ത്രം കഴുകുമായിരുന്നു. ഫൈദാ ഹദറത്തിസ് സ്വലാ, നിസ്കാരത്തിന് വാങ്ക വിളിച്ചാൽ ഖറജ ഇലസ് സ്വലാ, നിസ്കരിക്കാൻ ഓടിപ്പോകുമായിരുന്നു മുഹമ്മദ് നബി. അതിൽ താഴെ വരുന്ന ആവശ്യങ്ങൾക്ക് പോവാറില്ല എന്നതാണ് അതിന്റെ അർത്ഥം. ഏതിൽ താഴെ? ഏറ്റവും നിർബന്ധമായും വേഗം നമ്മൾ ഉത്തരം ചെയ്യേണ്ടതാണ് ഇത്, നിസ്കാരത്തിനുള്ള വിളി ഹയ്യ അലസ് സ്വലാ. അതിൽ താഴെ വരുന്ന കച്ചവടങ്ങൾക്കൊന്നും ഭാര്യ സഹായിക്കുന്നിടത്തുനിന്ന് വലിയ പെരുന്നാളിന് ഇറച്ചി കിട്ടിയാൽ ഒന്ന് വെട്ടി സഹായിച്ചു കൊടുക്കാൻ ആര് വേണം? ഇത് പറഞ്ഞപ്പോ ഇന്നാളൊരു സഹോദരി പറഞ്ഞിട്ട്, പൊന്നാര ഉസ്താദെ, ഇവർ അടുക്കള കയറാതിരിക്കല നല്ലത്. കാരണം ഒരു മാസം ഞങ്ങൾ ഉപയോഗിക്കാൻ വെച്ച വെളിച്ചെണ്ണ 3 മിനിറ്റ് കൊണ്ട് അവർ തീർക്കും. ഒരു കൊല്ലം ഉപയോഗിക്കാനുള്ള ഗ്യാസ് ഒരാഴ്ച ഇവർ അടുക്കള കയറി ഉണ്ടാവില്ല. പഞ്ചസാര അതൊക്കെ എടുത്തിട്ട് ഒക്കെ തുറന്ന്, പഞ്ചസാര ടിന്നൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവർ ആ നോമ്പ് തുറക്കണ നേരത്തെ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ കയറലുണ്ട്. അത് പിന്നെ അവർ അടയ്ക്കൂല. വെളിച്ചെണ്ണ കുപ്പിയുടെ അടുപ്പാൻ നെയ്ച്ചെടുക്കണം. പിന്നെ ഞങ്ങളുടെ ഇവർ ഈ അടുക്കള കയറി ശരിയാവില്ല, അടുക്കളയിൽ കയറണ്ട, ഇത്തിരി ദൂരെ നിർത്തിയാൽ മതി. ആ പുറവശത്തെ പുല്ലൊക്കെ വെട്ടി കൊടുക്കുക, വിറകൊക്കെ കീറി കൊടുക്കുക കേട്ടോ. ആണുങ്ങൾ പള്ളി പോവാൻ താമസമുള്ളവരാണെങ്കിൽ വീട്ടുപണി ഏൽപ്പിക്കുക. അപ്പൊ വാങ്ങു വിളിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഡീസൻ്റ് ആയിട്ട് പള്ളിയിലേക്ക് പോയിക്കോളും. കാരണം ആ നേരത്തെ ഒരു ഒഴിഞ്ഞു മാറൽ നടക്കും. എന്തായാലും പെണ്ണുങ്ങൾ തടസ്സം നിൽക്കൂല എന്നറിയും. അതുകൊണ്ട് ഈ രീതിയിൽ അറ്റ്ലീസ്റ്റ് അള്ളാഹിന്റെ ഹബീബിന്റെ ഒരു പ്രധാന സുന്നത്താണ് ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾക്കോ അല്ലാത്ത ഭക്ഷണങ്ങൾക്കോ ഇന്നവരെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു മുടി ഭക്ഷണത്തിൽ കിടന്ന് കിട്ടിയാൽ പിന്നെ അത് കഴിക്കൂല. എൻ്റെ പൊന്നാര സഹോദര, രാസവളം ചേർത്ത ഭക്ഷണമായി നമ്മൾ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രശ്നമല്ല. രാസവളം ചേർത്ത ഭക്ഷണം കഴിക്കുന്നത് പ്രശ്നമല്ല. ഭാര്യയുടെ ഒരു മുടി അതിൽ കിടന്നു എന്നതിൻ്റെ പേരിൽ അവിടെ വലിയ കലഹങ്ങളാണ്. ഞാൻ പറയുന്നത് ആ ഭക്ഷണം കഴിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത കൂടുമ്പോൾ ഒരു ഇത്തിരി മുടിയൊക്കെ ചാടിയെന്ന് വരും. അതൊരു കുടുംബ കലഹമാവരുത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഭാര്യമാരോടുള്ള സ്നേഹത്തിൽ അതൊരു കുറവാവരുത്. ഭാര്യമാർ മുടി ചാടിച്ചിടാനും നോക്കരുത്. അതൊക്കെ ഒന്ന് വലിച്ച് കെട്ടി വെച്ചിട്ട് വേണം ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള വൃത്തി, ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വൃത്തി, ആ ഭംഗി, അതൊക്കെ വേണം. ആ രീതിയിലേക്ക് ഭാര്യമാരോടൊന്ന് പറയാനുണ്ട്. ഹബീബായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സ്വഹാബി ചോദിച്ചല്ലോ, നബിയെ ഏറ്റവും നല്ല പെണ്ണാരാണ്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഏറ്റവും നല്ല പെണ്ണ് അല്ലത്തി തസറുഹു ഇദാ നളറാ, നീ നോക്കുമ്പോൾ നിനക്ക് കണ്ണിന് സന്തോഷം തരുന്ന പെണ്ണാ ഏറ്റവും നല്ല പെണ്ണ്. നീ നോക്കുമ്പോൾ നിന്റെ കണ്ണിന് സന്തോഷം തരും. നീ പറഞ്ഞാലും ഇല്ലേലും നിനക്ക് വേണ്ട കാര്യങ്ങൾ അനുസരണയോടുകൂടെ ചെയ്യുന്നവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹു, നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പണം ചെലവഴിക്കില്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത ചങ്ങാത്തങ്ങളില്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ കുടുംബത്തെ കാട്ടിക്കൂട്ടൂല. വീട്ടിൽ നിനക്ക് ഇഷ്ടമല്ല വീട്ടില് കയറി വരുന്നിടത്ത് ആ ചെരുപ്പൊക്കെ കിടക്കണ കണ്ടതിനെ ചില വീട്ടിലേക്ക് കയറുമ്പോ ചെല്ലുമ്പോ തന്നെ കാണാം, ചെരുപ്പ് കിടക്കണ കണ്ടപ്പോ തോന്നും ഇവിടെ ഇപ്പൊ ഒരു ലാത്തി ചാർജ് കഴിഞ്ഞു എന്ന്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയായി അകത്തേക്ക് കയറി വരുമ്പോ അതിലപ്പുറമൊക്കെ വലിച്ചു വാരി നിരത്തിയത് ഭർത്താവിന് ഇഷ്ടമല്ല. ആ ഒരു അവസ്ഥ വീട്ടിൽ ഉണ്ടാവില്ല നല്ല പെണ്ണാണെങ്കിൽ എന്ന് പുണ്യ നബി
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രീതിയിൽ ഭർത്താവിന് സന്തോഷം കൊടുക്കുന്ന രീതിയാവണം. കേട്ടോളൂ കേട്ടോളൂ, രണ്ടുപേരോടും കൂടി പറയട്ടെ. അള്ളാന്റെ ഹബീബിന്റെ വീട്ടിൽ 2 മാസം വരെ അടുപ്പിൽ തീ പുകയാത്ത ദിവസങ്ങളുണ്ട്. 2 മാസം വരെ. എങ്ങനെയാ? ഒരുമ ഉണ്ടായതുകൊണ്ട്, സ്നേഹമുണ്ടായതുകൊണ്ട് ആ വീടുകളിൽ പട്ടിണി പോലും അറിഞ്ഞിട്ടില്ല. عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويريا للمؤمنين أمهات مرضية. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ ചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പിണക്കങ്ങളിൽ പോലും വഴക്കിട്ട് നിൽക്കുന്നോടത്ത് കിടപ്പറ വെടിഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞോടത്ത് പോലും ഒരു ബെഡ് വിട്ടു പോവല്ലേ, പരസ്പരം അങ്ങുമിങ്ങും പുറംതിരിഞ്ഞ് കിടക്കലാണ് കിടപ്പറ വെടിയൽ എന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ കിടപ്പറ വെടിയാന്ന് പറഞ്ഞ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കലല്ല. അപ്പുറത്തെ റൂമിൽ പോയി കിടക്കലല്ല. ഒരു 10-10:30 ആവുമ്പോ ആദ്യത്തെ ആള് മുരടും, എനിക്ക് വഴക്കൊന്നുമില്ല കേട്ടോ, ആയിക്കോട്ടെ, ഒരു 15 മിനിറ്റ് കൊണ്ട് ആ വഴക്ക് തീരണമെങ്കിൽ ഒരു ബെഡേ തന്നെ കിടന്നേ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കലാണ് കിടപ്പറ വെടിയൽ, അല്ലാതെ പിണങ്ങിപ്പോവലല്ല. ഒരു ബെഡേന്ന് പോലും മാറരുതെന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം. അള്ളാഹു നമുക്ക് അമല് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ജീവിതത്തിന്റെ എല്ലാ നല്ല കാലങ്ങളിലേക്കും അള്ളാഹു ചേർക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ജീവിതത്തിന്റെ വിശുദ്ധി നിലനിർത്തണേ അല്ലാ. റമദാൻ അനുകൂലമാക്കണേ അല്ലാ. അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഈ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ നോമ്പ് തുറകൾ കബൂലാക്കണേ അല്ലാ. ബഹുമാന്യനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് നല്ലത് വരുത്തണേ അല്ലാ. ഫലസ്തീനിലെ മോമിനീങ്ങൾക്ക് നീ നല്ല കാലം വരുത്തണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ ആഫിയത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. اللهم ربنا تقبل منا ما كان صالحا وأصلح لنا ما كان فاسدا. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.